السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ ഭവനമായ ഈ മസ്ജിദിൽ, പള്ളിയിൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമയത്ത് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ സുദീർഘമായി സംസാരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ചുരുങ്ങിയ സമയത്തിനിടക്ക് കഴിവിന്റെ പരിധിയിൽപ്പെടുന്ന തരത്തിൽ ആരാണ് അള്ളാഹു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ കുറിച്ച്, അതായത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യവും പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും അനിവാര്യതയും മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ഒരു മനുഷ്യൻ മുസ്ലിം ആകണമെങ്കിൽ അനിവാര്യമായി വിശ്വസിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനാണ് വിശ്വാസ കാര്യങ്ങൾ. നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്ന അനിവാര്യമായി വിശ്വസിച്ചിരിക്കേണ്ടുന്ന 6 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അത് നാവുകൊണ്ട് പറയുന്നത് കൊണ്ട് മാത്രം വിശ്വാസമാവുകയില്ല. അള്ളാഹുവിൽ എങ്ങനെയാണ്, ഏകനായ ആരാധ്യനിൽ എങ്ങനെ വിശ്വസിക്കണം, എന്തുകൊണ്ട് അവനെ മാത്രം ആരാധ്യനായി സ്വീകരിക്കണം, എന്തുകൊണ്ട് മറ്റാരെയും ആരാധിച്ചുകൂടാ, ആരാധനക്കർഹൻ അവൻ മാത്രമാണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വിശ്വസിക്കുക എന്നതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസ കാര്യങ്ങൾ ഒരാൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ രണ്ടാമത് അയാൾക്കുള്ള ബാധ്യത അതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും പ്രവർത്തിക്കുക എന്നതാണ്. അതിനാണ് ഇസ്ലാം കാര്യങ്ങൾ അല്ലെങ്കിൽ അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ, തൂണുകൾ, അനിവാര്യ ഘടകങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ചെറുപ്പകാലം തൊട്ടേ ചൊല്ലിപ്പഠിക്കുന്നതാണ്. ഈ 5 കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങൾ, അതായത് അനുഷ്ഠാന വിഷയങ്ങൾ. അതിൽ ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞ വിശ്വാസ കാര്യങ്ങളുടെ ഒന്നാമത്തെ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതിന്റെ പ്രാവർത്തിക രൂപമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ആ കാര്യം പഠിപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചിട്ടുള്ള പ്രവാചകനായ മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക. സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വാക്കുകൊണ്ടല്ല, ഹൃദയം കൊണ്ട് നേരത്തെ വിശ്വസിച്ചു കഴിഞ്ഞു, നാവുകൊണ്ട് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കലാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, അവനെ മാത്രം ആരാധിച്ചുകൊണ്ട്, മറ്റാരെയും പങ്കുചേർക്കാതെ അത് പഠിപ്പിക്കാൻ വന്ന മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന നിലക്ക് ആ പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇത് അതിന്റെ ഒന്നാമത്തെ വശം. ബാക്കി 4 കാര്യങ്ങൾ വേറുണ്ട്. ഈ 2 അടിസ്ഥാന വിഷയങ്ങൾ, വിശ്വാസ കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യവും അനുഷ്ഠാന വിഷയങ്ങളിലെ ഒന്നാമത്തെ കാര്യവും അള്ളാഹുവിലുള്ള വിശ്വാസവും ആ വിശ്വാസമനുസരിച്ച് അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതിൽ നിന്ന് തന്നെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതിന്റെ, അറിഞ്ഞ് അവനെ വിശ്വസിക്കേണ്ടതിന്റെ അനിവാര്യത വളരെ വ്യക്തമാണ്. മൂന്നാമതായി ഒരാൾ മുസ്ലിം അല്ലെങ്കിൽ മുഅ്മിൻ എന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെ പടി മുഹ്സിൻ എന്നതാണ്. എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ അള്ളാഹുവിനെ ആരും അങ്ങോട്ട് കാണുന്നില്ല. കണ്ണുകൊണ്ട് നമുക്ക് സൃഷ്ടികൾക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ സൃഷ്ടാവായ അള്ളാഹു എല്ലാവരെയും ഇങ്ങോട്ട് കാണുന്നു. അങ്ങനെയുള്ള സൃഷ്ടാവായ ഏകനായ ആരാധ്യനെ അവനെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി, നാം അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹു ഇങ്ങോട്ട് കാണുന്നു. പക്ഷേ നമ്മുടെ ധാരണ എന്തായിരിക്കണം, നാം അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്രക്ക് മനസ്സിന്റെ ഉറപ്പോടുകൂടി അള്ളാഹുവിന്റെ കാഴ്ചയിൽ നിന്നോ കേൾവിയിൽ നിന്നോ അറിവിൽ നിന്നോ മുക്തനായി ജീവിക്കാൻ സാധ്യമല്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി അള്ളാഹുവിനെ ആ നിലക്ക് ആരാധിക്കുക. കാണുന്നില്ലെങ്കിലും കാണുന്നുണ്ടെന്ന ബോധ്യത്തോടുകൂടി
അങ്ങനെ ബോധ്യമുള്ള ഒരാൾ എത്ര കണ്ട് സൂക്ഷ്മമായി ജീവിക്കുകയും അവന്റെ കൽപ്പനകൾ പാലിക്കുകയും വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുകയോ അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുക. ഇതിനാണ് ഇഹ്സാൻ. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കാണ് മുഹ്സിൻ എന്ന് പറയുന്നത്. മുഅ്മിൻ അതായത് വിശ്വാസി, ഇസ്ലാമിന്റെ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നവൻ. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി മുഹ്സിൻ. ഇത് മൂന്നും അള്ളാഹുവിനെ അറിഞ്ഞ് വിശ്വസിച്ച് അനുഷ്ഠിച്ച് അവനെ മാത്രം ആരാധിക്കുക എന്നതുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കി ഇസ്ലാമിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, വിശ്വാസപരമായ കാര്യങ്ങളാകട്ടെ അനുഷ്ഠാനപരമായ കാര്യങ്ങളാകട്ടെ, അതൊക്കെ ഇപ്പറഞ്ഞ വിഷയത്തിന്റെ അനുബന്ധങ്ങൾ മാത്രമാണ്. ബാക്കിയെല്ലാം അപ്പോ അള്ളാഹുവിൽ വിശ്വസിക്കുക, പിന്നെ അതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ മലക്കുകൾ, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ അള്ളാഹു ഉണ്ട്, ഏകനായ ഒരു ആരാധ്യനുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയായി ഉണ്ടാകേണ്ടുന്ന വിശ്വാസങ്ങള്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ സത്യം പറയുക, കളവ് പറയാതിരിക്കുക, വഞ്ചന നടത്താതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക, ചീത്ത പറയാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക, അങ്ങനെ തുടങ്ങുന്ന എല്ലാ തരത്തിലുള്ള സൽസ്വഭാവങ്ങളും ഈ ഏകനായ ആരാധ്യനെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ബാക്കി തുടർച്ചയായി ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങളാണ്. ഈ കാര്യം മനുഷ്യൻ മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ മറ്റാരെയും സൃഷ്ടാവല്ലാത്ത ഒരു സൃഷ്ടിയെയും ആരാധിക്കുവാനോ അള്ളാഹുവിൽ പങ്കുകാരനായി നിശ്ചയിക്കുവാനോ അവയെ ആരാധിക്കുവാനോ അവയോട് സഹായം തേടുവാനോ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ അഭയം തേടി ചെല്ലുവാനോ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. മറിച്ച് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ലാതെ. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും, ജീവനുള്ളവയും ജീവനില്ലാത്തവയും, പക്ഷികളായിരുന്നാലും ഇഴജന്തുക്കളായിരുന്നാലും ജീവജാലങ്ങളായിരുന്നാലും വന്യമൃഗങ്ങളാണെങ്കിലും വളർത്തുമൃഗങ്ങളാണെങ്കിലും ജീവനില്ലാത്ത പാറകളോ കല്ലോ മണലോ എന്തുമാകട്ടെ അവ മുഴുവൻ അള്ളാഹുവിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കാത്ത രണ്ട് സൃഷ്ടികളേ ഉള്ളൂ. അത് മനുഷ്യനും ജിന്നുകളും മാത്രമാണ്. കാരണം അവക്ക് മനുഷ്യന് ചിന്തിച്ച് ആലോചിച്ച് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനും തിരസ്കരിക്കാനുമുള്ള ബുദ്ധിപരമായ വിവേചന കഴിവ് അള്ളാഹു മനുഷ്യർക്കും ജിന്നുകൾക്കും. അതുകൊണ്ട് തന്നെ കൽപ്പിച്ചു എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. അത് ശരിയാണെന്ന് തോന്നുന്നവൻ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്നു. അല്ലാത്തവർ അള്ളാഹുവിനെ ആരാധിക്കാത്തവരോ അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരോ ആയി ജീവിക്കും. പക്ഷേ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാ? മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്നെ, അതായത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാകും. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം സൃഷ്ടാവായ അള്ളാഹു ഒഴികെ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഈ ഏകനായ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് സൃഷ്ടിയെ അല്ല ആരാധിക്കേണ്ടത്, സൃഷ്ടികളെ അല്ല ആരാധിക്കേണ്ടത്, സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. അള്ളാഹു അല്ലാത്ത ഏതൊരുത്തനെ ആരാധിച്ചാലും അത് സൃഷ്ടിപൂജയാണ്, സൃഷ്ടിക്കുള്ള ആരാധനയാണ്. ഈ ഏകനായ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിന്, പരിപാലകന്, സംരക്ഷകന്, സൃഷ്ടാവിന് മനുഷ്യൻ നൽകേണ്ടുന്ന ഒരേ ഒരു കാര്യം അവനെ മാത്രം ആരാധിക്കുക, അവനിൽ മറ്റാരെയും പങ്കുചേർക്കാതിരിക്കുക എന്നതാണ്. ഇക്കാര്യം പഠിപ്പിക്കാനാണ് ലോകത്ത് ആദം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള സർവ പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചത്. അള്ളാഹു ആര് എന്ന് പഠിപ്പിക്കാനാണ്, അള്ളാഹു ഉണ്ട് എന്ന് പഠിപ്പിക്കാനല്ല. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് പഠിപ്പിക്കാൻ ഒരു നബിയെയും അയക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. മറിച്ച് ലോകത്തുള്ള എല്ലാ മതക്കാരും പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ എല്ലാവർക്കും പിഴവ് പറ്റിയത്, മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർക്കടക്കം പിഴവ് പറ്റിയത് എവിടെയാ? സൃഷ്ടാവല്ലാത്തവരെ ആരാധിക്കുന്നു. അത് പാടില്ല. സൃഷ്ടാവുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ് ലോകത്ത് പ്രവാചകന്മാർ വന്നത്. അല്ലാതെ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് പഠിപ്പിക്കാൻ ഒരു നബിയെയും അള്ളാഹു അയച്ചിട്ടില്ല. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്. പിന്നെ പ്രവാചകന്മാർക്ക് അള്ളാഹു വേദഗ്രന്ഥങ്ങൾ നൽകി, ഏടുകൾ നൽകി, പ്രമാണങ്ങൾ നൽകി. അതെന്തിനാ? ജനങ്ങളെ ഈ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കാൻ, ആ സൃഷ്ടാവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ. അപ്പൊ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ
അള്ളാഹു അയക്കാൻ അല്ലെങ്കിൽ നിശ്ചയിച്ചത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനെ മനസ്സിലാക്കണം, അവനെ ശരിയായ രീതിയിൽ വിശ്വസിക്കണം, അവനെ മാത്രം ആരാധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഏകനായ സൃഷ്ടാവിനെ അംഗീകരിച്ച് അവനെ മാത്രം ആരാധിക്കലാണ്. ഈ വിശ്വാസം സ്വീകരിക്കുന്നതാണ് ശരിയായ നേർമാർഗം എന്ന് പറയുന്നത്. ഈ ഒരു മാർഗം സ്വീകരിക്കലാണ് മനുഷ്യന് ഇഹത്തിലും പരത്തിലും വിജയം കിട്ടാനുള്ള ആധാരം എന്ന് പറയുന്നത്, കാരണം എന്ന് പറയുന്നത്. ഇതില്ലാത്തവന് വിജയിക്കാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ അറബികളോട് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, എങ്കിൽ നിങ്ങൾക്ക് വിജയം നേടാം. ഈ ലോകത്തും ഇനി മരണശേഷമുള്ള ലോകത്തും വിജയം നേടാനുള്ള ഒരേ ഒരു ആധാരം അത് ആരാധ്യൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യലാണ്. ഈ വിഷയത്തിന്റെ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതിന്റെ പ്രാധാന്യം ഈ പറഞ്ഞതിൽ മനസ്സിലാവും. ഇനി ലോകത്ത് ഒരുപാട് വിജ്ഞാനങ്ങളുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത വിജ്ഞാന ശാഖകൾ കാലം കഴിയും തോറും പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒന്നും കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളല്ല ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്ത, ലോകത്ത് ഇല്ലാത്ത ഒരുപാട് പുതിയ വിജ്ഞാനങ്ങൾ ഇന്ന് സ്കൂൾ തലത്തിൽ മുതൽ അവിടെ അങ്ങോട്ട് എവിടെയൊക്കെ വിജ്ഞാനശാലകളുണ്ടോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ, അവിടെയൊക്കെ പുതിയ കാര്യങ്ങൾ കടന്നു വന്നു. എന്നാൽ ഒരിക്കലും കാലഹരണപ്പെടാത്ത, മാറ്റം സംഭവിക്കാത്ത, തിരുത്തലില്ലാത്ത, എക്കാലത്തും പ്രാധാന്യമർഹിക്കുന്ന ഏറ്റവും വലിയ അറിവ് ഏത് എന്ന് ചോദിച്ചാൽ, നമ്മെ ആര് സൃഷ്ടിച്ചു, നാം എങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്നു, നമുക്ക് ഇവിടെയുള്ള ഡ്യൂട്ടി എന്താണ് മനുഷ്യന് ഭൂമിയിൽ ചെയ്യാനുള്ള പണി, അവനെ ആരാധിച്ചത്. അപ്പൊ സൃഷ്ടാവിനെ കണ്ടെത്തുകയും അവനെ ഈ പ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെ തന്നെ സൃഷ്ടാവിനെ മനസ്സിലാക്കുകയും ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കാൻ വേണ്ട വിജ്ഞാനങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യന് അവന്റെ ജീവിത ലക്ഷ്യമായി ഇവിടെ അവൻ കണ്ടെത്തേണ്ടത്. സാധാരണഗതിയിൽ ഒരറിവ് മനുഷ്യൻ നേടുന്നത് അവന് വേറെ ലക്ഷ്യം ഉണ്ടാവും. എന്താ ലക്ഷ്യം? എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം നേടാനുള്ള വഴിയാണ് മനുഷ്യൻ വിദ്യാഭ്യാസം, പഠനം എന്നത്. ഒരാള് സ്കൂൾ കഴിഞ്ഞിട്ട് SSLC വരെയൊക്കെ എല്ലാം കൂടി പഠിക്കുകയാണ്. ഇന്നത് വേർതിരിവില്ല, എല്ലാ കുട്ടികളും ഒരേ കാര്യങ്ങൾ പഠിക്കുന്നു. SSLC കഴിഞ്ഞ് ഹയർ സെക്കൻഡറി തലത്തിലേക്കും പിന്നീട് കോളേജിലേക്കും പിന്നെ അതിന്റെ മേലെ PG പഠനം, അതിന്റെ മേലോട്ട് PhD, അങ്ങനെ പോകുമ്പോ ചുരുങ്ങി ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം പരിമിതപ്പെട്ടുള്ള പഠനമാണ് നടക്കുന്നത്. അങ്ങനെ പഠിക്കുന്നതിനുള്ള ലക്ഷ്യം എന്താ? അത് പഠിച്ചാൽ ഇന്ന കാര്യം നേടാൻ സാധിക്കും. അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് പഠനം എന്ന് പറയുന്നത്. അപ്പൊ കണക്കിൽ നല്ല കഴിവുള്ളവൻ എഞ്ചിനീയർ ആകണം, അങ്ങനെ എനിക്ക് നല്ലൊരു ജോലി കിട്ടണം. അപ്പോ ആ ജോലി കിട്ടി ഞാനൊരു നല്ല കണക്കിൽ നല്ല കഴിവുറ്റ ആളോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ ആകണമെങ്കിൽ ഞാൻ കണക്കുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കണം. ആ വിഷയം പഠിക്കുന്നത് എന്തിനാണ്? ഈ പറഞ്ഞ കണക്കിന്റെ കാര്യത്തിൽ ഉന്നതമായ സ്ഥാനത്തെത്തുക, അത് മുഖേന നല്ലൊരു ജോലി കിട്ടുക. ആ ജോലിയിലെത്താനുള്ള ഒരു വഴിയാണ് പഠനം. സയൻസ് നന്നായി അറിയുന്ന ഒരു വിദ്യാർത്ഥി, പ്രത്യേകിച്ച് ബയോളജി നന്നായി അറിയുന്ന ഒരുത്തൻ, അവൻ വൈദ്യശാസ്ത്രം പഠിക്കാൻ പോകുന്നു. അപ്പൊ ആ വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന കാര്യം നേടുക എന്ന ലക്ഷ്യത്തിനുള്ള വഴിയാണ് ജീവശാസ്ത്രം പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴിയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പരിശോധിച്ചാൽ ഒരു ആശാരി അല്ലെങ്കിൽ കൽപ്പണിക്കാരൻ അല്ലെങ്കിൽ ഒരു കൊല്ലൻ, തട്ടാൻ, ഇങ്ങനെ ഏത് തൊഴിലെടുത്താലും ആ തൊഴിൽ നേടുക എന്നത് അവന്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താൻ എങ്ങനെ ഉളി പിടിക്കണം, എങ്ങനെ ആ ഉളിന്റെ മൂർച്ച എന്തായിരിക്കണം, എത്ര തരം ഉളി വേണം ഓരോ പണിക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൻ പഠിക്കുന്നു. ഈ പഠിക്കുക എന്നുള്ളത് എന്തിനാ? ഇത് അവൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ്. ഇത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് അറിയുക എന്നത് മറ്റേതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴി മാത്രമല്ല, മറിച്ച് പഠിക്കുക, അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുക എന്നത് നമ്മെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും. ഒരാൾ കണക്ക് പഠിക്കുന്നത് കണക്കിൽ കഴിവുറ്റ ആളായി ജോലി കിട്ടാനാണ്. അപ്പൊ പഠനം എന്താണ്? ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നത്
വേറെ ഒരു ലക്ഷ്യം നേടാനുള്ള വഴിയല്ല, മറിച്ച് അള്ളാഹുവിനെ കുറിച്ച്, സൃഷ്ടാവിനെ കുറിച്ച്, ഏകനായ ആരാധ്യനെ കുറിച്ച് പഠിക്കുക എന്നത് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ച ഒരു ലക്ഷ്യം തന്നെയാണ്. അപ്പൊ പഠനം മനുഷ്യൻ പഠിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ പഠനത്തിലേക്ക് മനുഷ്യൻ എത്താനാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചത്. രണ്ടാമത്തെ ലക്ഷ്യം എന്താ? ആ അറിവ് പഠിക്കുക, അതനുസരിച്ച് അള്ളാഹുവിനെ ആരാധിക്കുക. അപ്പൊ രണ്ട് ലക്ഷ്യം മനുഷ്യന്, നമുക്കൊക്കെ. മനുഷ്യൻ എന്നറിയാമോ, ഇത് വേറെ ആരെങ്കിലും കുറിച്ച് പറയാൻ വിചാരിക്കേണ്ട. എന്നെയും നിങ്ങളെയും ഈ സൃഷ്ടാവ് ഇവിടെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം എന്നത്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നത് മാർഗമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിരിക്കണം. എന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കുക, അതും നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമാണ്. അത് നേരത്തെ പറഞ്ഞു, മനുഷ്യരെയും ജിന്നുകളെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്, മറ്റാരെയും ആരാധിക്കാനല്ല അള്ളാഹു സൃഷ്ടിച്ചത്. ഇനി പഠനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് എന്ന് പറയാൻ കാരണം എന്താ? സൂറത്തു തലാഖ്, വെറും 12 ആയത്തുകളുള്ള ഒരു അധ്യായമാണ് സൂറത്തു തലാഖ്. ആ സൂറത്തു തലാഖിന്റെ അവസാനത്തെ 12ാമത്തെ വചനത്തിൽ അള്ളാഹു ആരാണെന്ന് പരിചയപ്പെടുത്തുന്നു. അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാതി, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനായ അള്ളാഹു, ഏകനായ ആരാധ്യൻ. വമിനൽ അർളി മിസ്ലുഹുന്ന, ഭൂമിയിൽ നിന്ന് അവയെപ്പോലെ, അതായത് 7 ആകാശങ്ങളെ പോലെ ഭൂമിയിൽ നിന്നും സൃഷ്ടിച്ചവൻ. അപ്പൊ 7 ആകാശങ്ങളുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ആ 7 ആകാശങ്ങളെ പോലെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ 7 ഭൂമിയുണ്ട് എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ സൂചനയാണെങ്കിലും പ്രവാചകന്റെ വാചകങ്ങളിൽ 7 ഭൂമികൾ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശാസ്ത്രം കണ്ടെത്തിയോ അല്ലേ? അങ്ങനെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടില്ലല്ലോ, ഈ ഭൗതിക ശാസ്ത്രത്തിൽ പഠിച്ചിട്ടില്ലല്ലോ. ഇവിടെ പഠിപ്പിക്കപ്പെട്ടോ മനുഷ്യൻ കണ്ടെത്തിയോ എന്നുള്ളതല്ല. സൃഷ്ടാവായ അള്ളാഹുവാണ് അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് യാഥാർത്ഥ്യമല്ലാതിരിക്കുകയില്ല. 7 ആകാശങ്ങളുണ്ട്, 7 ഭൂമികളുണ്ട്. ഇനി ഭൂമിയെ ആകാശങ്ങളെ പോലെ 7 എന്ന് പറഞ്ഞാൽ അത് രൂപത്തിലല്ല, ഒരിക്കലും ആകാശത്തെ പോലെയാണ് ഭൂമി എന്ന് ഖുർആൻ പറയില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നിറത്തിലോ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവങ്ങളിലോ, മണ്ണ്, അതുപോലെ തന്നെ ചെടികളെ, സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, ജീവജാലങ്ങൾ വളരാനുള്ള സാധ്യത, വെള്ളം, ഇങ്ങനെ തുടങ്ങി ഭൂമിയിൽ ഉണ്ടാകുന്ന സൗകര്യങ്ങളും പ്രതിഭാസങ്ങളും ഇതും ആകാശവും ഒരുപോലെയാണ് എന്നും ആ പറഞ്ഞതിനർത്ഥമല്ല. അപ്പൊ ഏത് വിഷയം എടുത്തു നോക്കിയാലും ആകാശങ്ങളെ പോലെ ഭൂമി എന്നത് യോജിച്ചു വരുന്നത് എണ്ണത്തിൽ മാത്രമാണ് എന്ന് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊന്നും ഭൂമിയെപ്പോലെ ആകാശം അല്ലെങ്കിൽ ആകാശത്തെ പോലെ ഭൂമി എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് 7 എണ്ണം ആകാശങ്ങളുണ്ട്, അവയെപ്പോലെ ഭൂമിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവയെപ്പോലെ 7 ഭൂമിയെയും. അപ്പൊ ആ എണ്ണത്തിൽ മാത്രമാണ് ഇവിടെ പോലെ എന്നത് യോജിക്കുന്നത്. എന്നിട്ടോ യതനസ്സലുൽ അംറു ബൈനഹുന്ന, ആകാശങ്ങൾക്കും ഭൂമിക്കുമിടയിൽ ആകാശത്തുള്ളവനായ ഏകനായ സത്താവിന്റെ നിയമങ്ങൾ, കൽപ്പനകൾ, അമ്രുകൾ ഇറങ്ങി വരുന്നു. എന്നിട്ടല്ല പറയാൻ ലി തഅലമു, 7 ആകാശങ്ങളെ 7 ഭൂമികളെ സൃഷ്ടിച്ചത്, ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സൃഷ്ടാവിന്റെ സൃഷ്ടികൾക്കുള്ള സന്ദേശങ്ങൾ വരുന്നത്, ഇത് 3ഉം കൂടി ചേർത്തിട്ടാണ് അള്ളാഹു പറയുന്നത്. എന്തിനാണ്? കണ്ടാസ്വദിക്കാനല്ല, ടൂറ് പോകാനല്ല, റിസോർട്ട് ഉണ്ടാക്കാനല്ല, ഉല്ലാസത്തിന് വേണ്ടിയല്ല. അതൊക്കെ ഇസ്ലാം പറഞ്ഞ നിയമത്തിനുള്ളിൽ പറ്റും. മറിച്ച് അവിടെ ഒരു ലക്ഷ്യമുണ്ട്. ലി തഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അള്ളാഹു ഏകനായ ആരാധ്യൻ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാകുന്നു. അപ്പോ ആകാശത്തെ സൃഷ്ടിച്ചതെന്തിന്? ഭൂമിയെ സൃഷ്ടിച്ചതെന്തിന്? ആ ഭൂമിയിലുള്ള ഒരുവനായ മനുഷ്യനെ സൃഷ്ടിച്ചതെന്തിന്? അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ സൃഷ്ടികളിലേക്ക് പ്രവാചകന്മാരിലൂടെ ഇറങ്ങി വരുന്നത് എന്തിനാണ്? ലിതഅലമു, മനുഷ്യ നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്, പഠിക്കാൻ വേണ്ടിയാണ്. എന്താ പഠിക്കേണ്ടത്? അള്ളാഹു ഉണ്ട് എന്നല്ല, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു ഉണ്ടെന്നതല്ല, അള്ളാഹു സർവ്വതിനും കഴിവുറ്റവനാണ് എന്ന നിലക്ക് അള്ളാഹുവിനെ അറിയാൻ. അപ്പോ അള്ളാഹുവിനെ അറിയുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഈ ആകാശങ്ങളെയും ഭൂമിയെപ്പോലും അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിത ലക്ഷ്യം നാം അള്ളാഹുവിനെ കണ്ടെത്തുക എന്നതാണ്. വീണ്ടും പറയാൻ ആ ആയത്ത് തീർന്നിട്ടില്ല. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അഹാത ബി എന്ന് പറഞ്ഞാൽ വലയം ചെയ്യുക, ചുറ്റിപ്പൊതിയുക എന്നാണ്. ഈ അള്ളാഹു പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ എണ്ണിപ്പറയേണ്ട കാര്യമല്ല. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഒഴികെ എന്തൊക്കെയുണ്ടോ അതാണ് പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ
അവയെ അള്ളാഹു ഇൽമ്, അറിവ് എന്ന സാധനം കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞിരിക്കുന്നു. നമ്മൾ പറയും നെറ്റ്വർക്ക്, അവിടെ റേഞ്ചുണ്ട്, ഇവിടെ റേഞ്ചില്ല, അവിടെ നെറ്റ് ഇല്ല, അവിടെ നെറ്റ് ഇല്ല. അള്ളാഹ്ക്ക് ഒരു സ്ഥലത്ത് നെറ്റ് പോവില്ല. അള്ളാഹുവിന്റെ നെറ്റ്വർക്ക്, അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ കേൾവി എന്നതുകൊണ്ട് ലോകത്തുള്ള എല്ലാ വസ്തുവിനെയും പൊതിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊരു പ്രപഞ്ചമാണെന്ന് വിചാരിക്കുക. അതിന്റെ ചുറ്റുവട്ടം അള്ളാഹുവിന്റെ ഇൽമാണ്. അള്ളാഹു കാണുക, അറിയുക, മനസ്സിലാക്കുക എന്ന വൃത്തത്തിൽ നിന്ന് പുറത്തുള്ള ഒരു സാധനവും ലോകത്തില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ എന്താ? അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിന്റെ കാഴ്ച, കേൾവി, അറിവ് എന്നതിന് പുറത്തു കടക്കാൻ എത്ര അഹങ്കാരിയും ധിക്കാരിയും ശാസ്ത്രം പഠിച്ചവനും പഠിക്കാത്തവനും സാധാരണക്കാരനവനും പരമസാധുവുമായ ഏത് മനുഷ്യനാണെങ്കിലും, എത്ര സൂത്രക്കാരനാണെങ്കിലും, ഒരു സൂത്രവും അറിയാത്തവനാണെങ്കിലും, ഒരുത്തനും അള്ളാഹുവിന്റെ അറിവിന്റെ കവചത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധ്യമല്ല എന്ന നിലക്ക് അള്ളാഹുവിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയുമാണ് ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ചത്. അപ്പൊ നോക്ക് എത്ര കൃത്യം. അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഈ നിലക്ക് അള്ളാഹുവിനെ പഠിക്കണം. ലിതഅലമു, നമ്മെ സൃഷ്ടിച്ചത് മാത്രമല്ല, പ്രപഞ്ചം തന്നെ അള്ളാഹു സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിലുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി അള്ളാഹു കാണാത്തവനല്ല, കേൾക്കാത്തവനല്ല, കഴിവില്ലാത്തവനല്ല, നിസ്സഹായനല്ല, മറിച്ച് എല്ലാറ്റിനും കഴിവുറ്റവനാണ്, ഒന്നും എല്ലാം അറിയുന്നവനാണ് എന്ന അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കണം. ഇതിനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അറിയണം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഇൽമും നേടണം എന്ന് പറയുന്നത് ഒരു ഐച്ഛികമായ വേണമെങ്കിൽ പഠിക്കാം അല്ലെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന ഒരു കാര്യമല്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ, അള്ളാഹു തന്നാൽ ഇത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവമോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പടച്ചുണ്ടാക്കിയതോ അല്ല. അള്ളാഹു എന്ന വാക്കിന് അർത്ഥം അതാണ്, അറബി പദമാണ്. അള്ളാഹുവിന് ഒരുപാട് പേരുകൾ ഖുർആനിലും ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെല്ലാം പേരുകളുണ്ടോ ആ പേരുകളുടെ എല്ലാം ആധാരം എന്ന് പറയുന്നത് അള്ളാഹു എന്ന പേരാണ്. അതാണ് ഏറ്റവും മർമ്മപ്രധാനമായ പേര്. ആ പേരിനോട് ചേരുന്ന, അതിന്റെ ആശയങ്ങളോട് യോജിക്കുന്ന മറ്റ് ഉപനാമങ്ങളാണ് അതല്ലാത്ത മലിക്, രാജാതിരാജൻ, കഴിവുറ്റവൻ അല്ലെങ്കിൽ കരുണ ചെയ്യുന്നവൻ, വിശ്വാസികളോട് പ്രത്യേകമായി പരലോകത്ത് കരുണ കാണിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, കാണുന്നവൻ, കേൾക്കുന്നവൻ എന്നൊക്കെ പറയുന്നതിന്റെ എല്ലാ പേരുകളുടെയും സ്രോതസ് എന്ന് പറയുന്നത് അള്ളാഹു എന്ന പേരാണ്. ആ അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം ആരാധനക്കർഹനായിട്ടുള്ളവൻ എന്നാണ്. ആരാധനക്കർഹതയുള്ളവൻ സൃഷ്ടാവ് മാത്രമാണ്, ബാക്കിയൊക്കെ സൃഷ്ടികളാണ്. അതല്ലാതെ ഇതൊരു വർഗീയതയുടെ പേരല്ല, ഒരു പ്രത്യേകമായ മുസ്ലിംകളുടെ ഒരു ദൈവത്തിന്റെ പേരല്ല, മറിച്ച് ലോകത്ത് മതം അംഗീകരിക്കുന്ന, മതമുണ്ടെന്ന് വിശ്വസിക്കുന്ന, സൃഷ്ടാവുണ്ടെന്ന് അംഗീകരിക്കുന്ന എല്ലാ മതക്കാരും ആരാധിക്കേണ്ടുന്ന യഥാർത്ഥ ആരാധ്യൻ അവന് പറയുന്ന പേരാണ് അള്ളാഹു എന്ന് പറയുന്നത്. ആ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത് എല്ലാവരുടെയും നിർബന്ധ ബാധ്യതയാകുന്നു. ഇത് മൗലവി പഠിച്ചാ പോരാ, മുസ്ലിയാർ പഠിച്ചാ പോരാ, സന്യാസി പഠിച്ചാ പോരാ, അതുപോലെ തന്നെ അച്ഛൻ പഠിച്ചാ പോരാ, പോപ്പ് പഠിച്ചാ പോരാ, പള്ളിയിലെ ഇമാമ് പഠിച്ചാ പോരാ, വെള്ളിയാഴ്ച ഖുത്ബ പറയുന്ന ഖത്തീബ് പഠിച്ചാ പോരാ, മറിച്ച് മനുഷ്യൻ, അള്ളാഹുവിന്റെ സൃഷ്ടി, അടിമ എന്ന് പറയുന്ന ഏതൊരു മനുഷ്യനുണ്ടോ ആ മനുഷ്യൻ മുസ്ലിം ആകട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ, ബുദ്ധിയും വിവേകവുമുള്ള, ജീവനുള്ള, ഓർമ്മയുള്ള മനുഷ്യന്റെ നിർബന്ധ ബാധ്യതയാണ് പഠിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പഠനം എന്നത്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്നത് മറ്റേതോ ഒരു ലക്ഷ്യത്തിലേക്കുള്ള, സ്വർഗം കിട്ടാനുള്ള വഴിയല്ല, മറിച്ച് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ തന്നെ ലക്ഷ്യം മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം എന്നതാണ്. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ എന്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിങ്ങളായ ആളുകൾ, എത്ര ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കേണ്ടത്, ഞാൻ അള്ളാഹുവിനെ തന്നെ ആരാധിക്കേണ്ടത് ഏതുപോലെ എന്റെ ലക്ഷ്യമാണോ അതുപോലെ എന്റെ ലക്ഷ്യമാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്ന നിലക്ക് ഞാനോ നിങ്ങളോ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? പഠിക്കണം, അതെന്റെ ബാധ്യതയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. അപ്പൊ ഒരുത്തൻ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്നൊരുത്തന് മനസ്സിലായില്ല, ഓൻ പഠിച്ചില്ല, പഠിക്കാൻ അവൻ ശ്രമിച്ചില്ല. പഠിക്കാൻ പ്രപഞ്ചത്തിൽ തന്നെ അൻപാടും ദൃഷ്ടാന്തമുണ്ട്, പിന്നെ പ്രവാചകന്മാരുണ്ട്, മുസ്ലിങ്ങൾ ഇവിടെയുണ്ട്,
അള്ളാഹുവിന്റെ ഗ്രന്ഥമുണ്ട്. അത് അറബിയിൽ മാത്രമല്ല, ലോകത്തുള്ള മിക്ക ഭാഷകളിലേക്കും ആ ഖുർആൻ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ശബ്ദം ലോകത്ത് നിലക്കാതെ എല്ലാ മുക്കുമൂലകളിലും ഇക്കാലത്ത് പ്രത്യേകിച്ച് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പഠിക്കാൻ, മനസ്സിലാക്കാൻ, അവന്റെ ഇപ്പറഞ്ഞ ലക്ഷ്യം നേടാനുള്ള അവസരം ചുറ്റുവട്ടത്തുണ്ടായിട്ടും ഈ ഇൽമ നേടുക എന്ന ലക്ഷ്യം ഒരുത്തൻ സാക്ഷാത്കരിക്കാതെ, പഠിക്കാതെ വീഴ്ച വരുത്തിയെങ്കിൽ അള്ളാഹുവിനെ കണ്ടെത്തി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ അവൻ വീഴ്ച വരുത്തിയിരിക്കുന്നു, അവൻ കുറ്റക്കാരനാണ്. അങ്ങനെ ഒരുത്തൻ പഠിക്കാതെ പോയാൽ, എന്നിട്ടൊരുത്തൻ അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുകയോ ചെയ്താൽ അവൻ ശിക്ഷ അർഹിക്കുന്നവനാകുന്നു. അവന് യാതൊരു ഉഴുതറും ഉണ്ടാവുകയില്ല. ഞാൻ പഠിക്കാതെ പോയി, അറിയാതെ പോയി, വിവരം കിട്ടാതെ പോയി എന്നൊരുത്തൻ പറയാൻ കഴിയില്ല. ആ വിവരം അവൻ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇനി എത്താത്ത ഏതെങ്കിലും ആമസോൺ കാടുകളിലോ ആഫ്രിക്കൻ വനാന്തരങ്ങളിലോ കേരളത്തിലെ അട്ടപ്പാടി, വയനാട് പോലുള്ള ഏതെങ്കിലും മലമൂലകളിലോ ഈ ഒരു സൃഷ്ടാവിനെ കുറിച്ച്, അള്ളാഹു എന്നൊരു പേര് കേൾക്കാത്ത, മുഹമ്മദ് എന്നൊരു നബിയെ കുറിച്ച് കേൾക്കാത്ത, ഇസ്ലാം എന്ന പേര് കേൾക്കാത്ത വല്ലവരുമുണ്ടെങ്കിൽ അവന് അറിവില്ലായ്മയുടെ ആനുകൂല്യം കൊടുക്കാം. ഏതുവരെ? ഉണ്ട് എന്ന വിവരം അവനെത്തുന്നതുവരെ. വിവരം കിട്ടിയാൽ മതി, ഓന് മനസ്സിലാകണമെന്നില്ല. ഈ മോദി കൊടുക്കണ ആയത്തൊക്കെ ഓന് ബോധ്യപ്പെടണമെന്നില്ല. അത് ഫഹ്മുദ് ദലാല അല്ലെങ്കിൽ ഫഹ്മുദ് ദലീൽ, തെളിവ് അറിയുക എന്നത് വേറെയാണ്. ഫഹ്മുൽ ഹിദായ, ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഹിദായത്ത് മനസ്സിലാക്കുക എന്നുള്ളത് വേറെയാണ്. രണ്ടും രണ്ടാണ്. അപ്പൊ ഒരുത്തനോട് സൃഷ്ടാവുണ്ട്, എന്നെയും നിന്നെയും സൃഷ്ടിച്ചത്, ഈ ലോകത്ത് സൃഷ്ടിച്ചത് പടച്ച ഒരുത്തനുണ്ട്, അവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞ് അതവൻ കേട്ടാൽ, കേൾക്കാനുള്ള ചെവി അവനുണ്ടെങ്കിൽ, ഇനി ചെവിയില്ലാത്തവന് ആംഗ്യത്തിലൂടെയോ വരച്ചോ എഴുതിയോ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കാനുള്ള കഴിവ് അവനുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധിയല്ല, ഊമയല്ല, ഭ്രാന്തനല്ല, ഉറങ്ങിക്കിടക്കുന്നവനല്ല എന്ന് വിചാരിക്കുക. ഈ ഒരു ദലീൽ, തെളിവ് അവന് എത്തിയാൽ, ബലഹ, തെളിവ് പ്രാപിച്ചാൽ പിന്നെ അവന് എതിരില്ല. അത് അന്വേഷിക്കേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും അവന്റെ ബാധ്യതയാണ്. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ മറ്റാരെയും പങ്കുചേർക്കാതിരിക്കുക തുടങ്ങിയ പ്രത്യക്ഷമായ, പ്രകടമായ, ഗോപ്യമല്ലാത്ത കാര്യത്തിൽ വിവരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് യാതൊരു എതിറുമില്ല. ഇതെന്തിനാണ് ഇവിടെ പറയുന്നത്? നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അത് പഠിക്കേണ്ട മുറപ്രകാരം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിന് തകരാറ് വരാത്ത രീതിയിൽ കറകളഞ്ഞ വിശ്വാസമുണ്ടാകുന്ന തരത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതിൽ നിന്ന് ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒറ്റ ആയത്ത് മതി, സൂറത്ത് തലാഖിലെ 12ാമത്തെ ആയത്ത് മതി നമ്മൾ ഇത് പഠിക്കാൻ എത്രത്തോളം ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. ഇതൊന്നും എന്റെ വകയായി പറഞ്ഞതല്ല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പല തഫ്സീറുകളിലും അഖീദന്റെ ഗ്രന്ഥങ്ങളിലും ഒക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. സൃഷ്ടാവിനെ കണ്ടെത്തുകയും അവനെ മാത്രമേ ആരാധിക്കാവൂ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നമ്മെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമാണ്. ഇനി ആ ലക്ഷ്യം നമ്മൾ നേടാൻ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ എന്താ വഴി? സ്കൂളിൽ പോയാൽ അള്ളാഹുവിനെ പഠിക്കില്ല. ഭൗതിക വിജ്ഞാനം നേടിയാൽ, ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ, നമ്മെക്കുറിച്ച് തന്നെ പഠിക്കുമ്പോൾ അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കും. അത് വേറെ വിഷയം. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളിലുണ്ട്, ഈ പ്രപഞ്ചത്തിൽ ദൃഷ്ടാന്തമുണ്ട്, ആ ദൃഷ്ടാന്തങ്ങളിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാം. പിന്നെ ആരെങ്കിലും എഴുതിയതിലൂടെ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, വരച്ചു കാണിക്കാൻ കഴിയുകയില്ല. കാരണം അള്ളാഹിന്റെ രൂപം എന്താണ് നമുക്കറിയില്ല. നമ്മൾ കാണാത്ത ഒരു സൃഷ്ടിയാണ്. കണ്ണുകൊണ്ട് സൃഷ്ടാവിനെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇത് അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്, ലാ തുദ്രികുഹുൽ അബ്സാർ. ദൃഷ്ടികൾ, മനുഷ്യന്റെ കണ്ണുകൾ, ദൃഷ്ടികൾ, കാഴ്ചകൾ, ലാ തുദ്രികുഹു, സൃഷ്ടാവായ ഏകനായ ആരാധ്യനായ അള്ളാഹുവിനെ കണ്ടെത്തുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുത്തനല്ല അള്ളാഹു. നമ്മുടെ കണ്ണിന്റെ കാഴ്ചയുടെ പരിധിക്ക് അപ്പുറത്താണ്. നമ്മുടെ കണ്ണിന് പരിധിയുണ്ട്, ഇന്ന അളവിന് താഴെയുള്ളത് കാണില്ല, ഒരു പരിധിക്ക് അപ്പുറത്തുള്ളതും കാണൂല. അതിന്റെ ഇടക്കുള്ള ചില ഒരു പരിധിയിൽ മാത്രമേ നമ്മുടെ കണ്ണിന് കാഴ്ചയുള്ളൂ. അപ്പോ ഈ താഴെയുള്ളതിലുമല്ല, മേലെ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ചയുടെ പരിധിക്ക് അപ്പുറത്താണ് ആര്? അള്ളാഹു.
അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ ദൃഷ്ടികൾക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്നാൽ ഈ നമ്മുടെയൊക്കെ ലോകത്തുള്ള ഏതെല്ലാം വസ്തുക്കൾക്ക് ദൃഷ്ടിയുണ്ടോ, കണ്ണുണ്ടോ, കാഴ്ചയുണ്ടോ, ഈ കാഴ്ചകളെ മുഴുവൻ സൃഷ്ടിച്ചവനായ അള്ളാഹു വഹു യുദ്രിക്കുൽ അബ്സാറ, എല്ലാ കാഴ്ചകളെയും അവൻ കണ്ടെത്തുന്നു. അള്ളാഹു ഇങ്ങോട്ട് കാണുന്നു. എല്ലാ കണ്ണിനെയും കണ്ണിനെ സൃഷ്ടിച്ചവനായ അള്ളാഹു കാണുന്നു, നമ്മെ അറിയുന്നു, നമ്മെ കേൾക്കുന്നു, നമ്മളെ മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മുടെ കണ്ണുപയോഗിച്ച് നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്താ കാരണം? ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വഹുവൽ ലത്തീഫുൽ ഖബീർ. അള്ളാഹു ലത്തീഫ്, നിഗൂഢമായവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിമിതമായ അറിവ് കൊണ്ടോ, കാഴ്ച കൊണ്ടോ, കേൾവി കൊണ്ടോ, പഞ്ചേന്ദ്രിയ ജ്ഞാനങ്ങൾ കൊണ്ടോ, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ കണ്ടെത്താൻ കഴിയാത്ത സൂക്ഷ്മനാകുന്നു, നിഗൂഢനാകുന്നു അള്ളാഹു ഖബീർ. എന്നാൽ അള്ളാഹു നിഗൂഢനാണ്, സൂക്ഷ്മനാണ്. അതോടൊപ്പം അള്ളാഹു എല്ലാറ്റിനെ കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനുമാകുന്നു. അപ്പോ ഇത് മതി അള്ളാഹുവിനെ നമ്മുടെ അറിവുകൾ, ഇന്ദ്രിയജ്ഞാനങ്ങൾ, ബുദ്ധിയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടാവ് ആരാണ്, ആ സൃഷ്ടാവിന്റെ കഴിവുകൾ എന്താണ്, അവൻ എന്തൊക്കെ പേര് ഫിറ്റായതാണ്, എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിക്കൂടാ, അള്ളാഹുവിന് എന്താണ് അതിന്റെ രൂപമുണ്ടോ എന്നൊന്നും കണ്ടെത്താനോ പ്രവചിക്കാനോ നിർവചിക്കാനോ അതിന് ഒരു ക്ലിപ്തമായ നിർവചനം എഴുതി തയ്യാറാക്കാനോ പരിധി നിശ്ചയിക്കാനോ മനുഷ്യബുദ്ധിക്ക് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? ഈ അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യന് അവൻ നൽകിയിട്ടുള്ള ബുദ്ധി ആ സൃഷ്ടാവിന് അവന്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്താൻ പര്യാപ്തമല്ല. പിന്നെ ആര് പഠിപ്പിച്ചു തരണം? ഈ സൃഷ്ടാവായ അള്ളാഹു തന്നെ പറയണം ഞാൻ ആരാണ്. അപ്പോ ഞാനാരാണ്, എന്തുകൊണ്ട് എന്നെ ആരാധിക്കണം, എന്തുകൊണ്ട് എന്നെ മാത്രമേ ആരാധിച്ചുകൂടൂ, ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ വാചകങ്ങളിൽ നിന്നാണ്. അതിന് രൂപമുണ്ടോ? ഇല്ല. അമ്പലങ്ങളിൽ പോയാൽ 33 കോടി വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന അതിന്റെ ഒക്കെ രൂപങ്ങൾ നമുക്ക് കാണാം. മുസ്ലിങ്ങൾ എന്ന പേരിൽ അവകാശപ്പെടുന്ന ആളുകളുടെ പള്ളികളോടനുബന്ധിച്ചോ അല്ലാതെയോ ഉണ്ടാക്കപ്പെട്ട ജാറങ്ങൾ, ദർഗകൾ, മഖാമുകൾ, മസാറുകൾ, മസ്ഹദുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ജാറം അല്ലെങ്കിൽ യാറം എന്ന് പറയുന്ന സ്ഥലത്ത് പച്ചപ്പുതപ്പെട്ട് മൂടി തിരി കത്തിച്ച് പൂക്കൾ വതറി കിടക്കുന്ന ഖബറ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ രൂപമല്ല. അള്ളാഹുവിന്റെ ഒരംശത്തെയും അത് പ്രതിനിധീകരിക്കുന്നില്ല. ക്രിസ്ത്യാനികളായ ആളുകൾ അവരുടെ ചർച്ചുകളിൽ കന്യാമറിയത്തിന്റെയോ കന്യാമറിയമിന്റെ പുത്രൻ, പിതാവിന്റെ പുത്രൻ എന്നവർ വിശേഷിപ്പിക്കുന്ന 1+1+1+1 എന്ന് പറയുന്ന ത്രിയേകത്വം എന്ന് പറയുന്ന ഈസാ നബിയുടെ രൂപമോ അള്ളാഹുവിന്റെ രൂപമല്ല. അള്ളാഹിന്റെ രൂപം വരക്കാൻ കഴിയില്ല. കാരണം എന്താ? നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതല്ല, കണ്ണുകൊണ്ട് കണ്ടെത്താൻ കഴിയും. പിന്നെ എങ്ങനെ രൂപം വരയ്ക്കുക? മറിച്ച് എല്ലാറ്റിനും നമുക്കടക്കം രൂപം നൽകിയവൻ അള്ളാഹുവാണ്. ആ എല്ലാറ്റിനും രൂപം നൽകിയ, രൂപം കൽപ്പന നടത്തിയ അള്ളാഹുവിന്റെ രൂപത്തെ വരച്ചുണ്ടാക്കാൻ, ചിത്രീകരിക്കാൻ മനുഷ്യശക്തിക്ക് എന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു ഞാനാരാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന 26ഓളം ആയത്തുകൾ, അത് മാത്രമല്ല ഒരുപാട് ആയത്തുണ്ട്. ഞാൻ ഈ 26 ആയത്തുകൾ തെരഞ്ഞെടുത്തത്, 26-ലധികം ആയത്തുകളുണ്ട്. അതിൽ തെരഞ്ഞെടുത്തത് ആ ആയത്തുകളിൽ ഒന്നുകിൽ തുടക്കത്തിലോ അല്ലെങ്കിൽ ഇടക്കോ അല്ലെങ്കിൽ ആയത്ത് അവസാനിക്കുന്നിടത്തോ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ചില വചനങ്ങൾ കൊണ്ടാണ്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, നിങ്ങളുടെ പരിപാലകനായ അള്ളാഹു യഥാർത്ഥ ആരാധ്യൻ അവനാകുന്നു, അവനാണ് അള്ളാഹു എന്ന് പറഞ്ഞ കുറെ ആയത്തുണ്ട്. അപ്പൊ അവനാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുമ്പോ ശേഷമോ ആരാണ് അള്ളാഹു എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ദാലിക്കുമുല്ലാഹ്, അവനാണ് നിങ്ങളുടെ ആരാധ്യൻ, ഏകനായ ആരാധ്യൻ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അവിടെ റബ്ബുക്കും എന്ന് പറഞ്ഞിട്ടില്ല. മറ്റൊരു സ്ഥലത്ത് ദാലിക്കുമുല്ലാഹു റബ്ബി, എന്റെ റബ്ബായ, എന്റെ പരിപാലകനായ യഥാർത്ഥ ആരാധ്യൻ അവനാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 സ്ഥലത്ത് ഹുവല്ലാഹ്, അവനാണ് യഥാർത്ഥ ആരാധ്യൻ. 7 സ്ഥലത്ത് ഹുവല്ലദീ, എന്നിട്ട് കുറെ കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തവനായവനാരോ അവനാകുന്നു അല്ലാഹു. ഒരു സ്ഥലത്ത് റബ്ബുന, ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് റബ്ബുക, 2 സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇതൊക്കെ കൂട്ടിയാൽ 26 സ്ഥലങ്ങളിൽ അവനാകുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവനാകുന്നു, ഞങ്ങളുടെ റബ്ബ്, എന്റെ റബ്ബ് എന്ന് പ്രതിപാദിച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ 26 സ്ഥലങ്ങളിൽ 26-ലധികം ആയത്തുകളിലായി ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
ആ ആയത്തുകൾ മാത്രം ഇവിടെ പറഞ്ഞു പോകാന്നുള്ളു. അതിന്റെ ഒരു വിശദീകരണവും പറയാൻ സമയമല്ല, പറയേണ്ട ആവശ്യമില്ല. പച്ചയായി ഏതൊരു സാധാരണ മനുഷ്യനും നമ്മൾ പറയുന്ന ഒരു ആവറേജ് ബുദ്ധി എന്നാൽ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട, പറയുന്നത് കേട്ടാത്തിരുന്ന ബുദ്ധി ഉണ്ടായാൽ മതി. അത് മനസ്സിലാക്കാനുള്ള കഴിവുള്ള സാധാരണക്കാരനോട് ആണ് അള്ളാഹുവിന്റെ സംസാരം. അത് അവനോട് അവന്റെ ഭാഷയിൽ അവനെ മനസ്സിലാവും. അതിനേക്കാൾ ബുദ്ധി കൂടുന്നതിനനുസരിച്ച് അവന് മനസ്സിലാക്കാവുന്ന മഹാത്മ്യത്തോടുകൂടി ഈ ആയത്തുകളെ മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബാരാണ്, അള്ളാഹു ആര് എന്ന് പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറത്ത് ശുഅറ. കവികൾ എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. അതിലെ 75 മുതൽ 82 വരെയുള്ള ആയത്തുകളിൽ പ്രത്യേകിച്ച് 77 മുതൽ അള്ളാഹു പറയാ റബ്ബുൽ ആലമീൻ, സർവ്വ ലോകങ്ങളുടെയും റബ്ബ്. ആലം, ലോകം എന്ന് പറയുന്ന വാക്കിന് അറബി അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം അള്ളാഹു സൃഷ്ടാവ് ഒഴികെ ലോകത്തുള്ള എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എന്താ? അള്ളാഹു അല്ലാത്തതെല്ലാം അള്ളാന്റെ സൃഷ്ടിയാണ്. ഈ ലോകത്തുള്ള സൃഷ്ടാവിന്റെ എല്ലാ സൃഷ്ടികളും അടങ്ങുന്നതെന്തോ അതിന് പറയുന്ന പേരാണ് ലോകം. അള്ളാഹു അല്ലാത്തതെന്താ? എല്ലാം. ആ ലോകങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. ഇബ്രാഹിം നബി പറയാണ്, എന്നെ സൃഷ്ടിച്ചു. ഇബ്രാഹിം നബിയെ സൃഷ്ടി മാത്രമല്ല, എല്ലാ മനുഷ്യരെയും എന്നെ സൃഷ്ടിച്ചവനും ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിട്ടതല്ല, എനിക്ക് മാർഗം കാണിച്ചു തന്നു. എന്താ മാർഗം? 2 തരത്തിലുള്ള മാർഗം കാണിക്കലുണ്ട്. അതെന്താണ്? ഈ ഭൂമിയിലെ കാലാവസ്ഥയിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭക്ഷണം കണ്ടെത്തണം, എങ്ങനെ ഭക്ഷണം പാകം ചെയ്യണം, അതെങ്ങനെ കഴിക്കണം, രോഗം വരാതിരിക്കാൻ ഏതൊക്കെ സാഹചര്യത്തിൽ ജീവിക്കണം, എന്തൊക്കെ വൃത്തി മനുഷ്യന് ആവശ്യമാണ്, വീട് എങ്ങനെ ഉണ്ടാക്കണം, കുടുംബം പോറ്റേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങൾ, അതായത് ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ ആവശ്യമായ മാർഗദർശനം. രണ്ടാമത്തേത്, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ കണ്ടെത്തി അവനെ മാത്രം ആരാധിച്ച് പരലോകത്ത് സ്വർഗം നേടുക, സൃഷ്ടാവിന്റെ യഥാർത്ഥ അടിമയായി തീരുക എന്ന കാര്യത്തിലേക്ക് കിട്ടേണ്ടുന്ന മാർഗദർശനം. ഇത് രണ്ടും തരുന്നവൻ ആരാ? അള്ളാഹുവാൻ. വെറുതെ പടച്ചു വിട്ടതല്ല, മറിച്ച് എല്ലാ കാര്യങ്ങളും സൃഷ്ടികൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്തു. ഇവിടെ ഇബ്രാഹിം നബിയിലേക്ക് ചേർത്താണ് പറഞ്ഞതെങ്കിലും ഇനി അടുത്ത് മൂസാ നബിന്റെ പറയുന്നുണ്ട്, അവിടെ എല്ലാ സൃഷ്ടികൾക്കും അവർക്കാവശ്യമായ മാർഗദർശനം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്കീൻ, എന്നെ ഭക്ഷിപ്പിക്കുകയും എന്നെ കുടിപ്പിക്കുകയും ചെയ്യുന്നവനാരോ? ഭക്ഷിപ്പിക്കുക എന്നാൽ ഭൂമിയിൽ മനുഷ്യന് തിന്നാൻ പറ്റുന്ന ഏതെല്ലാം സസ്യാഹാരമാകട്ടെ, മാംസാഹാരമാകട്ടെ, ധാന്യവസ്തുക്കളാകട്ടെ, പയറുവർഗ്ഗങ്ങളാകട്ടെ, മറ്റ് നട്സാകട്ടെ, എന്ത് കാര്യമാകട്ടെ, എന്തെല്ലാം ഭക്ഷണങ്ങളുണ്ടോ അതൊക്കെ മനുഷ്യന് വേണ്ടി സൃഷ്ടിപ്പിച്ച് ഭക്ഷണം ഈ ഭൂമിയിൽ ഏർപ്പാട് ചെയ്തത് നമ്മൾ ആരുമല്ല. മനുഷ്യൻ ആരാധിക്കുന്ന ദൈവങ്ങളെന്ന് വിശ്വസിക്കുന്ന ആരുമല്ല. അവരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തിൽ എന്ന് സൃഷ്ടികൾ, ജീവജാലങ്ങൾ ഉണ്ടായോ അന്നേ ഭക്ഷണം കൊടുക്കുന്നവൻ ഇവരൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ് ഈ ലോകത്തെ സംവിധാനിച്ച അള്ളാഹുവാൻ. വയസ്കീൻ, അത് സാധാ വെള്ളമാകട്ടെ, ഏതു തരം വെള്ളമാകട്ടെ, കുടിക്കുന്ന എന്തിലും ജലത്തിന്റെ അംശമുണ്ടാകും. ചിലത് തനി വെള്ളമായിരിക്കും. ആ കുടിക്കാൻ പറ്റുന്ന എന്തെല്ലാം പാനീയമുണ്ടോ അതൊക്കെ എന്നെ കുടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏർപ്പാട് നടത്തിയവനാരോ അവനാണല്ല. വൈദാ മരീൽതു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ എന്റെ രോഗം സുഖപ്പെടുത്തുന്നത് അവനാകുന്നു. രോഗം ബാധിക്കും പല കാരണങ്ങൾ കൊണ്ട്. ചിലതൊക്കെ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് അതിന്റെ തിക്തഫലമായി മനുഷ്യനുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. ഇന്നുണ്ടാകുന്ന പല പുതിയ രോഗങ്ങളെ പോലെ പ്രകൃതിയിൽ നിന്ന് പകരാവുന്ന രോഗങ്ങളുണ്ട്, രോഗപകർച്ചയുണ്ട്. അത് നബി എന്നെ അംഗീകരിച്ച വിഷയമാണ്. രോഗം പകരാം, അപ്പൊ പകരപ്പെടുന്ന കാര്യങ്ങൾ സ്വീകരിക്കണം. ഇനി രോഗം വന്നാൽ ചികിത്സിക്കാൻ പറഞ്ഞു ഇസ്ലാം. ചികിത്സിച്ചാൽ സുഖമാകാം, സുഖമാകാതിരിക്കാം. ചികിത്സ കൊണ്ട് സുഖപ്പെടാം, ചികിത്സിച്ചാലും ഇല്ലെങ്കിലും. ചികിത്സയിലൂടെയോ അല്ലാതെയോ രോഗം സുഖപ്പെടുത്താൻ കഴിവുള്ളവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടർ ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ഇനി ഒരു പക്ഷേ ദൈവവിശ്വാസി അല്ല എങ്കിൽ പോലും അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി കുത്തിക്കയറ്റാവുന്നതും മൂക്കിൽ കയറ്റാവുന്നതും മുച്ചിച്ചു കൊടുക്കാവുന്നതും പാർന്നു കൊടുക്കാവുന്നതും എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കൊടുത്തിട്ട് ഈ ഡോക്ടർമാർ പറയും, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. ഏതാണ് ആ ദൈവം? ഈ സൃഷ്ടാവായ അള്ളാഹു. ആ അള്ളാഹുവിനോട്, സൃഷ്ടികർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക. അപ്പൊ സുഖപ്പെടുത്തുന്നവൻ സൃഷ്ടാവ് മാത്രമാണ്. മറ്റ് മരുന്ന്, ഡോക്ടർ കാര്യങ്ങൾ, ഗുളിക, മരുന്നൊക്കെ പറഞ്ഞത് രോഗം സുഖപ്പെടാനുള്ള ഈ സൃഷ്ടാവ് നിശ്ചയിച്ച കാരണം മാത്രമാകുന്നു. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, എന്നെ സൃഷ്ടിച്ചതുപോലെ ജീവിച്ച എന്നെ മരിപ്പിക്കുന്നതും
മരണശേഷം വീണ്ടും ജീവിപ്പിക്കുന്നവനും ആരാണോ അവനാകുന്നു അള്ളാഹ്, എന്റെ അള്ളാഹു. ഞാൻ മനുഷ്യനാണ്, പാപം ചെയ്തേക്കാം. പാപം ചെയ്താൽ എന്റെ പാപങ്ങൾ പ്രതിഫലം നൽകപ്പെടുന്ന മരണശേഷമുള്ള ലോകത്ത് എന്റെ പാപം പുറത്തു തരുമെന്ന് ഞാൻ ആരിൽ പ്രതീക്ഷ വെക്കുന്നുവോ അതും എന്റെ റബ്ബാകുന്നു, അള്ളാഹു ആകുന്നു. വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇനി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ എന്ന് പറഞ്ഞാൽ ഫറോവ എന്ന് പറഞ്ഞാൽ ഒരു രാജവംശത്തിന്റെ പേരാണ്, ഒരാളുടെ മാത്രം പേരല്ല. കിസ്ര, കൈസർ എന്നൊക്കെ പറയുന്നത് പോലെ ഫറോവ ചക്രവർത്തിമാരിൽ ഒരു ഫറോവയുടെ കാലഘട്ടത്തിൽ വന്ന 2 പ്രവാചകന്മാരാണ് മൂസ അല്ലെങ്കിൽ മോശെ പ്രവാചകൻ എന്നും ഹാറൂൻ എന്നും പറയുന്ന 2 പ്രവാചകന്മാർ. ഈ 2 പ്രവാചകന്മാർ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അയച്ച 2 ദൂതന്മാരാണ്. ഈ 2 ദൂതന്മാരോട് ജനങ്ങളോട് പൊതുവെയും അന്നത്തെ ഫറോവ രാജാവിനോട് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും ഞാനാണ് ഈ ലോകത്തെ പരിപാലിക്കുന്നവൻ, എന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് അവകാശപ്പെടുന്ന ഫറോവക്ക് ഇതൊരു അത്ഭുതം. എന്താണ് ഈ മൂസയും ഹാറൂനും പറയുന്നത്? അപ്പോ ഫറോവ ചോദിച്ചു, റബ്ബിനെയാണ് ആരാധിക്കേണ്ടതെങ്കിൽ ഫമൻ റബ്ബുക്കുമായ മൂസ, അല്ലയോ മൂസ, നിങ്ങൾ 2 പേരുടെയും റബ്ബാരാണ്. റബ്ബിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുന്ന മൂസ നിന്റെയും നിന്റെ സഹോദരനായ ഹാറൂണിന്റെയും റബ്ബാരാൻ. ഞാനല്ലാതെ വേറെ ആരാ റബ്ബ്? റബ്ബിനെയാണ് ആരാധിക്കേണ്ടെങ്കിൽ എന്നെയല്ല ആരാധിക്കേണ്ടത്. അപ്പൊ പിന്നെ നിങ്ങളെ റബ്ബാരാ എന്ന് മൂസാ നബിയോടും ഹാറൂൺ നബിയോടും അലൈഹിമുസ്സലാം ഈ ഫറോവ ചക്രവർത്തി ചോദിച്ചു. അപ്പോ അള്ളാഹു ആര് എന്ന് മനസ്സിലാക്കാൻ മൂസാ നബി ഒരൊറ്റ ആയത്താ ഓതിയത്. മൂസ പറഞ്ഞു, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഒരാൾക്ക് അള്ളാഹിനെ മനസ്സിലാക്കാൻ ഈ ആയത്ത് മതി. റബ്ബുന, നിങ്ങളുടെ റബ്ബായിരുന്നാണ് മൂസ ഫറവന്റെ ചോദ്യം. ഞങ്ങളുടെ റബ്ബ് അല്ലെങ്കിൽ നമ്മുടെ റബ്ബ് ചോദിച്ച ഫിർഔനെ നിന്റെയും ഞങ്ങളുടെയും എല്ലാം ഉൾപ്പെടാം. റബ്ബുന, ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ പരിപാലകൻ എന്ന് പറഞ്ഞാൽ അല്ലദീ ഒരുത്തനാണ്. ആരാണവൻ? അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വസ്തുത. അത് ജീവനുള്ളതാകാം, ഇല്ലാത്തതാകാം, വസ്തുവാകാം, വിഷയമാകാം, കാര്യമാകാം. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന വാക്കാണ് ഷെയ്ഖ്. കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവിനും എല്ലാ വസ്തുക്കൾക്കും. ഇതിൽ പെടാത്ത ഒന്നും ഭൂമിയിൽ ഉണ്ടാവില്ല, ലോകത്തുണ്ടാവില്ല. അപ്പൊ എല്ലാ വസ്തുക്കൾക്കും ഖൽഖഹു, ഓരോ വസ്തുവിനും അതിന്റേതായ പ്രകൃതം നൽകിയവനാരോ അവനാണ് എന്റെ റബ്ബ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്കാവശ്യമായ പ്രകൃതം നൽകി, പക്ഷികൾക്ക് അതിനാവശ്യമായ പ്രകൃതം നൽകി, മൃഗങ്ങൾക്ക് അതിനാവശ്യമായ പ്രകൃതം നൽകി, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് അതിനാവശ്യമായ പ്രകൃതം നൽകി, വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് അതിനാവശ്യമായ പ്രകൃതം നൽകി. കാരണം സൂര്യപ്രകാശം കിട്ടുക. ഞാൻ ഇന്നലെ എന്റെ കുറച്ച് വയലുണ്ട്, അവിടെ ഒരു കുണ്ട് കുത്തിയിട്ടുണ്ട്, ഒരു കുളം പോലെ. അപ്പൊ അതിൽ ഞാൻ ഇന്നലെ പോയി നോക്കുമ്പോ ഈ മഴ വേനൽ വറ്റിപ്പോയിരുന്നു വെള്ളം. അന്നുള്ള ചെടികളൊക്കെ വറ്റിയില്ല, കുറച്ച് വെള്ളമുണ്ട്, ആ ചെടികളൊന്നുമില്ല. ഈ മഴവെള്ളത്തിൽ ചളിയിൽ നിന്ന് മുളച്ചു വന്ന ഏകദേശം ഒരാളെ ഉയരത്തിൽ, 1.50 2 മീറ്റർ ഉയരത്തിൽ ഈ ചളിയിൽ നിന്ന് കുറെ പുല്ലുകൾ മുളച്ചു വന്നിട്ടുണ്ട്. വെറും ചളിയിൽ ഒന്നായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. വെള്ളത്തിന്റെ മേലേക്ക് വന്നിട്ടില്ല, നീണ്ടു വരുന്നേ ഉള്ളൂ. അത്ര നീളത്തിൽ നേരെ സൂര്യപ്രകാശം തട്ടാത്ത, നമ്മൾ സ്കൂളിൽ പണ്ട് ബയോളജി പഠിച്ചിട്ടുണ്ട്, ഈ ചെടിയിൽ കാണുന്ന ഇലകളിലെ പച്ച നിറം അതെന്താണ്? ആ ഹരിതകം. അതെവിടുന്ന ഭക്ഷണം കണ്ടെത്തുന്നത്? അതിന്റെ ഓക്സിജൻ എന്താണ്? അത് പുറത്തേക്ക് തട്ടണം എന്താ? ഇപ്പൊ ഈ വെള്ളത്തിൽ നിന്ന് ചെടികൾ മുളച്ചിരുന്നു, കടലിന്റെ അടിയിൽ ചെടികൾ മുളക്കുന്നു. അപ്പൊ അതിന്റേതായ പ്രകൃതം അള്ളാഹു നൽകി. പിന്നെ ഇഴജന്തുക്കൾ, പിന്നെ കൈയും കാലുമില്ലാത്ത ഉരകങ്ങൾ, ഇഴഞ്ഞു നീങ്ങുന്നവ, പാമ്പ് പോലുള്ള ജീവികൾ, വന്യമൃഗങ്ങൾ, കാട്ടിൽ ജീവിക്കുന്ന വന്യമൃഗങ്ങളല്ലാത്ത കാട്ടുജീവികൾ, ഇങ്ങനെയുള്ള എന്തെല്ലാം ഉണ്ടോ ഓരോന്നിനും അതിന്റേതായ പ്രകൃതം. ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല, ഇതുമായി ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയാം. ഒരു മൃഗം പ്രസവിച്ചു. ആ മൃഗത്തിന്റെ കുട്ടിയെ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, പ്രസവത്തിനും ഹോസ്പിറ്റലിൽ പോകുന്നില്ല, സുരക്ഷിതമായി പ്രസവിക്കുന്നു. ഈ കുട്ടി, പ്രസവിച്ചു വീണ കുട്ടി കൊഴുപ്പിൽ മുങ്ങിക്കിടക്കാൻ, ആ കൊഴുപ്പിനെ
തന്റെ പരുത്ത നാവുകൊണ്ട് മൃഗം നക്കിത്തുടച്ച് കൊഴുപ്പൊക്കെ നീക്കി കയ്യും കാലും ഇളക്കാവുന്ന രൂപത്തിൽ ശരീരം ഉണക്കിയെടുത്ത് കുറച്ചു കഴിയുമ്പോ അതിങ്ങനെ അതിന്റെ കൈകാലുകളിൽ മെല്ലെ മെല്ലെ ഇളകി മെല്ലെ നിൽക്കാൻ തുടങ്ങുന്നു. നിൽക്കുമ്പോ വിറക്കുന്നു, പിന്നെ വിറയിൽ നിൽക്കുന്നു, പിന്നെ ഒരടി വെക്കാൻ തുടങ്ങുന്നു. ഇതിന് അധിക സമയം വേണ്ട. ആ കുട്ടിക്ക് എപ്പോഴാണോ വിശപ്പ് വരുന്നത്, വിശപ്പ് മാറ്റാൻ സമയമാകുമ്പോൾ ഈ കുഞ്ഞ് സ്വയം നടന്നുപോയി പാല് കുടിക്കുന്നു. ഈ മൃഗത്തിന്റെ വാലല്ല പോയി നക്കുന്നത്, മൃഗത്തിന്റെ ചെവിയല്ല പോയി ഈമ്പുന്നത്, അതിന്റെ മൂക്ക് പോയി വലിക്കുകയല്ല, മറിച്ച് എന്നെപ്പറ്റ തള്ളയാകുന്ന ഈ മൃഗത്തിന്റെ രണ്ടു കാലുകൾക്കിടയിൽ, കയ്യിനിടലല്ല കാലുകൾക്കിടയിൽ അതിന് മുലക്കണ്ണും മുലയുമുണ്ട്. അതിനുള്ളിൽ മൂത്രമല്ല പാലുണ്ട്. അതെനിക്ക് കുടിക്കാൻ പറ്റിയതാണ്. അവിടെ ചുവട്ടിൽ പോയി നിന്നാൽ, അല്ലെങ്കിൽ ഞാനിവിടെ നിന്നാൽ എന്റെ തള്ളമൃഗം അത് കറന്നെടുത്ത് പാത്രത്തിലാക്കി സ്പൂണിൽ മുക്കി എന്റെ വായിലൊഴിച്ചു തരും എന്ന് ഈ കുട്ടി വിചാരിക്കുന്നില്ല. എന്റെ അന്നം ഈ അകട്ടിലുണ്ട്, അത് ഞാൻ അവിടെ പോയി നിന്നാൽ പോരാ, വലിച്ചു കുടിക്കണം. അങ്ങനെ ചുവട്ടിൽ പോയി നിൽക്കുന്നു, ഈ മുലക്കണ്ണ് വായിലാക്കി വലിക്കുന്നു. ആരാ പഠിപ്പിച്ചെടുത്ത്? അതാണ് അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോന്നിനും അതിന്റേതായ പ്രകൃതം നൽകി, അതിനതിന്റേതായ മാർഗദർശനം കൊടുത്തു. എങ്ങനെ പാല് കിട്ടും? എന്നാൽ ഒരു മനുഷ്യൻ പ്രസവിച്ച് കട്ടുമ്മ കിടന്നാൽ ആ പ്രസവിച്ചിടത്ത് നിന്ന് അത് ഇളകി ഉരുണ്ട് കമിഴ്ന്ന് വീണ് ഒന്ന് നീങ്ങാൻ കാലമാകണമെങ്കിൽ ഏകദേശം 3 മാസം 6 മാസം സമയം പിടിക്കും. ഇളകണമെങ്കിലും ഉരുണ്ട് കിടക്കണമെങ്കിലും. അപ്പോ ആ എണീറ്റ് നിൽക്കാൻ പിന്നെയും കുറെ കഴിയണം, 1.5 വയസ്സാവും. അപ്പോ അതുവരെ ഈ കുട്ടി പാൽ കുടിക്കാതൊക്കെ. അപ്പൊ എന്താ, മനുഷ്യൻ അല്ലാഹു ബോധം കൊടുത്തു, ഇത് എഴുന്നേൽക്കൂല, നടക്കൂല, ഇതിനെ കൊണ്ടുവന്ന് മടിയിലെടുത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് വലിച്ചു കുടിക്കുന്നില്ലേ? അവിടെ വെച്ചു കൊടുത്താൽ ചിലപ്പോ കുട്ടി കുടിക്കാൻ തുടങ്ങും. അത് നമ്മളാ രീതി കൊടുക്കല്ല, മെസ്സേജ് ആക്കിയല്ല, പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുക്കല്ല. മാതാവിന്റെ സ്ഥലത്തിൽ കൊണ്ടുപോയി വെച്ചാൽ, അവിടെ വെച്ചാൽ ഞാനും ഇത് വലിച്ചു കുടിക്കണമെന്ന ബോധം ഈ കുട്ടിക്ക് ആര് കൊടുത്തു? അല്ലാഹു കൊടുത്തു. എണീറ്റ് പോകാനുള്ള ബോധം കൊടുത്തിട്ടില്ല. അപ്പൊ ഓരോന്നിനും അതിന്റേതായത് കൊടുത്തു. മനുഷ്യൻ വെള്ളത്തിനടുത്ത്, അല്ലെങ്കിൽ വെള്ളത്തിൽ പ്രസവിച്ചു എന്നിരിക്കാം ഈ മനുഷ്യനെ. വെള്ളത്തിനടുത്ത് എവിടെയെങ്കിലും പ്രസവിച്ചു പോയി. ഇപ്പോൾ പെണ്ണ് കുളിക്കുമ്പോൾ പ്രസവിച്ചു, ഞാൻ കുളത്ത് പ്രസവിച്ചു, അതിനെടുത്ത് കൊണ്ടുവന്നു, പിന്നെ വീട്ടിൽ വളർത്തി, 5-10 വയസ്സായി, പിന്നൊരിക്കൽ വെള്ളത്തിൽ വീണു. അവിടെ കിടന്ന് ചാവുക എന്നല്ലാതെ നീന്താൻ മനുഷ്യൻ പഠിച്ചിട്ടില്ല. ജന്മസിദ്ധമായി മനുഷ്യനത് കൊടുത്തിട്ടില്ല. പക്ഷെ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള കഴിവ് മനുഷ്യന് കൊടുത്തു. അപ്പൊ പഠിപ്പിക്കാൻ ആളുകൾക്ക് മനുഷ്യനത് പഠിച്ചെടുത്തു. അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് നീന്തം, അതിനെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു, അത് പഠിക്കുന്നു. എന്നാൽ വെള്ളം കാണാത്ത, വെള്ളം കണ്ടാൽ അറച്ചു നിൽക്കുന്ന ഒരു പൂച്ചക്കുട്ടിയോ അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയോ, അത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വെള്ളം കാണുന്നത് വിചാരിക്കുക, അതിനെ കൊണ്ടുപോയി വെള്ളത്തിലേക്ക് ഇട്ടു. ആരും ഒരു മനുഷ്യനും അതിനെ നീന്തം പഠിപ്പിക്കേണ്ട. അതിന് വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്ന മാർഗം, ഹിദായത്ത്, ആ മാർഗദർശനം ആരാ കൊടുത്തത്? സൃഷ്ടിക്കുന്നതിന് മുമ്പേ അതിന് വേണ്ട സംവിധാനങ്ങൾ, നിർദ്ദേശങ്ങൾ അതിന്റെ തലച്ചോറുകളിലും മറ്റുമായി അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഇത് ഉദാഹരണം, വെറും ഉദാഹരണം മാത്രമാണ്. മനുഷ്യൻ വീടുണ്ടാക്കണമെങ്കിൽ മാതൃക വേണം, മോഡൽ വേണം, എഞ്ചിനീയർ വരക്കണം. കാട്ടിൽ സുന്ദരമായി വീടുണ്ടാക്കുന്ന, വെള്ളത്തിൽ വീടുണ്ടാക്കുന്ന, മരമുകളിൽ കൂട് കെട്ടുന്ന പക്ഷികളുണ്ട്. തേനീച്ചക്കൂട് ലോകത്തെ ശാസ്ത്ര എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്. തേനീച്ച ഏത് സ്കൂളാണ് പഠിച്ചത്, ഏത് പെൻസിൽ കൊണ്ടാ വരച്ചു പഠിച്ചത്, എങ്ങനെയാണ് കോണ് കണക്കാക്കിയത്, എങ്ങനെയാണ് അതിന്റെ ചതുരം കണക്കാക്കിയത്, ഓരോ ഓരോ അടയിലും എത്ര സെല്ലിലും എത്ര അറ വേണം ആര് പഠിപ്പിച്ചു കൊടുത്തു. ഓരോന്നിന്റെയും ആഴവും വലുപ്പവും വീതിയും വിസ്തൃതിയും ഒന്നും തെറ്റാതെ എല്ലാ തുളകളും ഒരേ അളവിൽ നിർമ്മിക്കാനുള്ള എഞ്ചിനീയറിംഗ് ആര് പഠിപ്പിച്ചതാ? സുമ്മഹദ. അങ്ങനെ ഓരോന്നും ആലോചിച്ച് നോക്കൂ. പിന്നെ ചൂടുകാലത്ത് എവിടെ ജീവിക്കണം, ഉഷ്ണകാലത്ത് എവിടെ ജീവിക്കണം, ഓരോ കാലഘട്ടത്തിലേക്കും ആവശ്യമായ ഭക്ഷണങ്ങൾ എങ്ങനെ ശേഖരിക്കണം, സംഭരിച്ചു വെക്കണം. അതുപോലെ തന്നെ ഏതാണ് പറ്റിയ കാലാവസ്ഥ, അവിടേക്ക് പോകാനുള്ള അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള പ്രകൃതം എന്താണ്. മനുഷ്യനെ കട്ടിയുള്ള കുപ്പായട തണുപ്പ് കാലത്ത്, ചൂടുകാലത്തോ കട്ടി കുറഞ്ഞതിടാ. എന്നാൽ മൃഗങ്ങൾ വേറെ കുപ്പായിടുന്നില്ല. കാലാവസ്ഥക്കനുസൃതമായ വസ്ത്രം, സാഹചര്യം അള്ളാഹു അതിന് കാണിച്ചു കൊടുത്തു, ആ പാകത്തിൽ സൃഷ്ടിച്ചു. ഏതെങ്കിലും മൃഗം കുപ്പായിട്ടുണ്ടോ, കോട്ടിട്ടുണ്ടോ? ഒന്നുമില്ല.
ജാക്കറ്റ് ഇടില്ല, അത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ഇതാണ് മൂസാ നബി പഠിപ്പിച്ച റബ്ബിനെ പരിചയപ്പെടുത്തിയത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വളരെ ചെറിയ ഒരു സൂറത്ത്, ഒരു 4 ആയത്ത്. ആ സൂറത്തിന്റെ പേരാണ് തൗഹീദിന്റെ സൂറത്ത് എന്നാണ്, സൂറത്തുൽ ഇഖ്ലാസ്. അതായത് നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയും, അതതിന്റെ 1-ാമത്തെ ആയത്താണ്. സൂറത്തിന്റെ പേര് സൂറത്തുൽ ഇഖ്ലാസ് അല്ലെങ്കിൽ സൂറത്തു തൗഹീദ് എന്നാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആരാധന അള്ളാഹുവിന് മാത്രമാക്കൽ, അതാണ് തൗഹീദ്. അങ്ങനെ പേര് വരാൻ കാരണം അള്ളാഹു ആര് എന്ന് പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ അധ്യായമാണ്. പക്ഷെ ഇത് മതി അള്ളാഹു ആര് എന്ന് മനസ്സിലാക്കാൻ, നമുക്കൊക്കെ അറിയുന്നതാണ്. ഖുൽ, നബിയെ പറയുക, ഹുവ, അത്, അതായത് എന്താണ് പറയേണ്ടത്, ജനങ്ങളോട് നീ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാഹു അഹദ്, അല്ലാഹു ഏകനായ യഥാർത്ഥ ആരാധ്യൻ, ആരാധനക്ക് അർഹനായവൻ, അഹദുൻ ഒരുത്തനാകുന്നു. ആരാധനക്ക് അർഹനായി രണ്ടാളില്ല. കാരണം എന്താ, 2 സൃഷ്ടാവില്ല ലോകത്തിന്. ഇപ്പോ ഹിന്ദുക്കള് 33 ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം 3 ആൾക്ക് വീതിച്ചു കൊടുത്തതാണ്. പിന്നെ പേർഷ്യക്കാരുടെ വിശ്വാസം അനുസരിച്ച് 2 ദൈവങ്ങൾ, ഇരുട്ട്, പ്രകാശം. അതുപോലെ തന്നെ ജൈനമതക്കാരുടെ വിശ്വാസത്തിലും അങ്ങനെ പലതിലും പല വിശ്വാസങ്ങളാണ്. പക്ഷേ ആകപ്പാടെ നോക്കിയാൽ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഒരുത്തൻ മാത്രമേ ഉള്ളൂ എന്ന് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നു. അള്ളാഹുവിനെ പിതാവെന്ന് വിളിച്ച്, ജിബ്രീലിനെ പരിശുദ്ധാത്മാവെന്ന് വിളിച്ച്, അങ്ങനെ ഉണ്ടായ അള്ളാഹുവിന്റെ പുത്രനായ ഈസ, ഇത് 3ഉം കൂടിച്ചേർന്നതാണ് ദൈവം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളും, ഈസ എന്ന് പറയുന്ന ദൈവത്തിന്റെ പുത്രൻ എന്നവർ വിശ്വസിക്കുന്ന ഈസാ നബി ഒന്നും പടച്ചു എന്നവർ വിശ്വസിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ജിബ്രീൽ എന്തെങ്കിലും ഒരു പുൽക്കൊടി പോലും സൃഷ്ടിച്ചു എന്നവർ വിശ്വസിക്കുന്നില്ല. മറിച്ച് സൃഷ്ടിച്ചത് പിതാവെന്ന് അവർ വിളിക്കുന്ന അവരുടെ അറബി ഇഞ്ചീലിൽ, ബൈബിളിന്റെ അറബി കോപ്പികളിൽ, ഇവിടെ ദൈവമെന്ന് മലയാള കോപ്പികളിൽ എഴുതുന്നിടത്ത് അള്ളാഹു എന്ന് തന്നെയാണ് അറബി ബൈബിളിൽ എഴുതിയിട്ടുള്ളത്. ആ അള്ളാഹുവാണ് സൃഷ്ടാവ്. അപ്പൊ എല്ലാ മതക്കാരും വിശ്വസിക്കുന്നത് സൃഷ്ടാവ് ഒരുവനാകുന്നു. ആ ഒരുവൻ തന്നെയാണ് യഥാർത്ഥ ആരാധ്യൻ. അപ്പൊ എന്താ, വേറെ സൃഷ്ടാവ് ലോകത്തിലില്ല, ഒരൊറ്റ സൃഷ്ടാവേ ഉള്ളൂ. ആ സൃഷ്ടാവ് ആരോ അത് ഒരുത്തനാണ്, അവനാണ് അള്ളാഹ്, യഥാർത്ഥ ആരാധ്യൻ. 2 സൃഷ്ടാവ് ഉണ്ടെങ്കിൽ 2 ആളെ ആരാധിക്കാമായിരുന്നു. അങ്ങനെ ഒന്നുമില്ല, ഉണ്ടെന്ന് ആരും പറയില്ല. പിന്നെ എങ്ങനെയാണ് എല്ലാ മതക്കാരും, മുസ്ലിങ്ങളിൽപ്പെട്ടവർ പോലും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നതിലേക്ക് പോയത്? അള്ളാഹു സ്വമദ്, ആരാധിക്കപ്പെടേണ്ടവനായ അള്ളാഹുവിനുണ്ടാകേണ്ടുന്ന മറ്റൊരു കഴിവ്, ഇത് അള്ളാന്റെ പേരാണ് അസ്വമദ്. സമദ് എന്ന് പറഞ്ഞാൽ നിരാശ്രയൻ എന്ന് സാധാരണ അർത്ഥം പറയാറില്ല. എന്നാൽ ആശ്രയിക്കപ്പെടുന്നവൻ എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം. അള്ളാഹു അസ്വമദ്, യഥാർത്ഥത്തിൽ ആശ്രയിക്കപ്പെടുന്നവൻ, ആശ്രയിക്കാൻ അർഹൻ. അള്ളാഹുവിന്റെ സൃഷ്ടികളായി ലോകത്തുള്ള എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ, ജീവനില്ലാത്ത എന്തെല്ലാം വസ്തുക്കളുണ്ടോ, ഇവക്കൊക്കെ ആശ്രയിച്ച് ചെല്ലാവുന്ന ഒരുത്തനേ ഉള്ളൂ. അതാരാ? അതൊരു സൃഷ്ടാവാണ്. ആ സൃഷ്ടാവാണ് സ്വമദ്. അപ്പൊ സാധാരണ മലയാളത്തിൽ പറയും അള്ളാഹു നിരാശ്രയനാണ്, അള്ളാഹുവിന്റെ വേറെ ആരുടെയും ആവശ്യമില്ല എന്നാണ്. അതല്ല യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം. അതിന്റെ വാക്ക് അറബിയിൽ വേറെ ഉണ്ട്. അള്ളാഹു ഖനിയ്യാണ്, ധന്യനാണ്, നിരാശ്രയനാണ്. സ്വമദ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും ആശ്രയിച്ച് ചെല്ലാവുന്നവൻ, അതൊരുത്തനേ ഉള്ളൂ. അത് സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ. സൃഷ്ടികളാരെയും അവലംബിക്കാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ എന്നെ നിങ്ങൾക്ക് അവലംബിക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയത്തിൽ എനിക്ക് നിങ്ങളെ അവലംബിക്കാം. എന്നാൽ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള ഒരു ആശ്രയം അതാരാ? അത് അല്ലാഹു മാത്രമാകുന്നു. അപ്പോ ആലോചിച്ച് നോക്കൂ, മനുഷ്യനുണ്ടാകുന്ന 100,000 പ്രശ്നങ്ങൾ, ഇതിൽ നമുക്ക് സൃഷ്ടികളായ ആളുകളെ, അത് മനുഷ്യനല്ല അല്ലാത്തവയെയും സമീപിക്കാം, ആനയെ സമീപിക്കാം, മൃഗങ്ങളെ സമീപിക്കാം, അതിൽ നിന്ന് കിട്ടാവുന്ന സഹായങ്ങൾ സ്വീകരിക്കാൻ. ഇതിനൊന്നും പറ്റാത്ത സൃഷ്ടികളുടെ കഴിവ് അവസാനിക്കുന്നിടത്ത് ആശ്രയം നൽകാവുന്ന, ആശ്രയിക്കാവുന്ന ഒരുത്തൻ, അത് സൃഷ്ടിയല്ലാത്ത സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ്. ആ സൃഷ്ടാവ് ലം യലിദ് വലം യൂലദ്, അള്ളാഹു ജന്മം നൽകിയിട്ടില്ല, എന്നാൽ പ്രസവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജന്മം നൽകിയിട്ടില്ല. ലോകത്തുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ജീവൻ കൊടുത്തത് അള്ളാഹുവാണ്. പക്ഷേ ജീവജാലങ്ങൾ പ്രസവിച്ച് ജന്മം നൽകുന്നത് പോലെ അള്ളാഹു ഒന്നിന്റെയും പിതാവല്ല, മാതാവുമല്ല,
ലോകത്തൊന്നിന്റെയും മാതാവോ പിതാവോ അല്ല. വലത എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു എന്ന് അർത്ഥമുണ്ട്, ജന്മം കൊടുത്തു എന്ന് അർത്ഥമുണ്ട്. അള്ളാഹു ആർക്കും പിതാവ് എന്നുള്ളവർക്ക് ജന്മം കൊടുത്തിട്ടില്ല, പ്രസവത്തിലൂടെയും ജന്മം കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഒന്നിന്റെയും അച്ഛനോ അമ്മയോ വാപ്പയോ ഉമ്മയോ അല്ല. വലം യൂലദ്, ഈ ഏകനായ സൃഷ്ടാവായ അള്ളാഹു ആകട്ടെ അവന് ജന്മം നൽകപ്പെട്ടിട്ടുമില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏതെങ്കിലും ഒരു വാപ്പ അല്ലെങ്കിൽ ഒരു അച്ഛൻ ജനിപ്പിച്ചതല്ല, ഏതെങ്കിലും ഒരു ഉമ്മ അല്ലെങ്കിൽ അമ്മ പ്രസവിച്ചതുമല്ല. അപ്പൊ ആരും ജന്മം കൊടുത്തവനല്ല എന്നാ, ആരുണ്ടാക്കിയതല്ല, അവൻ സ്വയം ഉണ്ടായവനാണ്. അള്ളാഹു ഭാര്യയില്ല, മക്കളുമില്ല. അതുകൊണ്ടാണ് അള്ളാഹു ആർക്കും ഇവിടെ ജന്മം കൊടുത്ത പിതാവോ അമ്മയോ അല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇനി ഈ ഒരായത്ത് കൊണ്ട് ലോകത്ത് ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളെ ആലോചിച്ച് നോക്കൂ. ആദ്യം നമുക്ക് മാപ്പിളാരുടെ വിഷയം എടുക്കാം. മുസ്ലിങ്ങളെന്ന എന്ന് പറയുന്ന ആളുകൾ അള്ളാഹു അല്ലാത്ത പലതിനെയും സ്വമതായി സങ്കല്പിക്കുന്നു, അല്ലെങ്കിൽ സ്വമതായിത്തീരുന്നു. കാരണം എന്താ? മനുഷ്യന് സൃഷ്ടികൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ, അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത പലരെയും ആശ്രയിക്കുന്നു. തോണി മറിയുന്നു. അവിടെ ആരെ വിളിക്കുന്നത്? ബദരീങ്ങളെ കാക്കണേ, മമ്പർത്തതങ്ങളെ കാക്കണേ എന്ന് വിളിച്ചാൽ അവിടെ മമ്പർത്തതങ്ങളെ സമതാക്കി, അവലംബിക്കാവുന്നവരാക്കി. അങ്ങനെ ഓരോ വിഷയത്തിലും. ഇനി ഇവിടുത്തെ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ജൂതന്മാരാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും അവർ അംഗീകരിക്കുന്ന സൃഷ്ടാവിനെയല്ല, സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ആളുകളെയാണ് ഇത്തരം ഘട്ടങ്ങളിൽ അവലംബിക്കുന്നത്. അവലംബിക്കാവുന്നവൻ, ആശ്രയം തേടി ചെല്ലാവുന്നവൻ എന്ന വിശേഷണത്തിൽ സൃഷ്ടാവായ അള്ളാഹുവിന്റെ സ്ഥാനത്ത് സൃഷ്ടികളെ കൊണ്ടുപോയി വെച്ചു. ഇത് അള്ളാഹുവിനോടുള്ള അക്രമമാണ്, അനീതിയാണ്. അതുകൊണ്ടാണ് ഇന്ന ശിർക്കൽ ദുൽമൻ അദീം, അള്ളാഹുവിൽ പങ്കുവെക്കുക എന്ന് പറയുന്നത് കടുത്ത അക്രമമാണ്, അനീതിയാണ് എന്ന് പറയുന്നത്. ഇനി ജനിപ്പിച്ചിട്ടില്ല, ജനിച്ചവനുമല്ല, ജനിപ്പിക്കപ്പെട്ടവനുമല്ല. ലോകത്ത് ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ കൃഷ്ണൻ, രാമൻ തുടങ്ങി അങ്ങനെ ഒരുപാടെണ്ണത്തെ ഓരോ അമ്പലത്തിന്റെ മുകളിലും ഓരോ പേരുകൾ കാണാം. സർപ്പത്തെ ആരാധിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മറ്റു പലതിനെയും ആരാധിക്കുന്നവരുണ്ട്, ചാത്തനെ ആരാധിക്കുന്നവരുണ്ട്. ഓരോ അമ്പലത്തിനും ഓരോ പേരുകളുണ്ടാവും. ഈ പേരുകളിൽ അവർ ആരാധിക്കുന്ന, പൂജ നടത്തുന്ന, വഴിപാട് നടത്തുന്ന, നേർച്ച നടത്തുന്ന, കൈകൂപ്പി നമസ്കാരം അർപ്പിക്കുന്ന, അങ്ങനെ ഏതെല്ലാം തരത്തിൽ ആരാധിക്കുന്നുവോ അവിടെ എണ്ണയൊഴിച്ചാലും നെയ്യൊഴിച്ചാലും പൂവിട്ട് ചാർത്തിയാലും ഭസ്മം തൊട്ടാലും എണ്ണ തൊട്ട് നക്കിയാലും ഇതൊക്കെ ആരാധ്യത കൽപ്പിക്കലാണ്. ഈ ആളുകൾ രാമനെ പ്രസവിച്ചതാണ്, കൃഷ്ണനെ പ്രസവിച്ചതാണ്. അവർക്കൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അവരൊക്കെ മരിച്ച തീയതിയുണ്ട്, അവരുടെ അച്ഛന്റെ പേരുണ്ട്, അമ്മയുടെ പേരുണ്ട്. അപ്പോ അച്ഛനും അമ്മയുമുള്ള, ജനനവും മരണവും ഉണ്ടായിട്ടുള്ള ഈ ആളുകൾ എങ്ങനെയാണ് മനുഷ്യന് അഭയം തേടി ചെല്ലാവുന്ന, ആരാധിക്കാവുന്ന, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാവരെയും അറിയുന്ന, ആരാധനക്കർഹനായ ആരാധ്യനാവുക? അങ്ങനെയുള്ള ഒരുത്തൻ, ആരും ജന്മം നൽകിയിട്ടില്ലാത്ത, ആരെയും പ്രസവിച്ചിട്ടില്ലാത്ത, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ഒരേ ഒരു പരിപാലകൻ, അത് ഒരുത്തനേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ അള്ളാഹുവിന് പങ്കുകാരനായി ഒരുത്തനുമില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല. അഹദ് എന്നാൽ അതാണ്, ഒന്നുമില്ല, ഒരാളുമില്ല. മനുഷ്യനല്ല, സൃഷ്ടികളിൽപ്പെട്ട, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒന്നും അള്ളാഹുവിന് തുല്യനായി സമമാകുന്ന ഒരുത്തനുമില്ല. ഇവിടെ നമുക്ക് മുസ്ലിങ്ങളെ കാര്യം എടുക്കാം. മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ ഇറാഖിലെ ബാഗ്ദാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന, പിന്നൊരു കാലഘട്ടത്തിൽ ബാപ്പയുടെയും ഉമ്മയുടെയും മകനായി ജനിച്ച് പിന്നെ കുറെ കാലം ജീവിച്ച് മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ കുറെ ആളുകൾ, അവരെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന സമസ്തക്കാരുടെ വിശ്വാസം എന്താണ്? സമസ്തക്കാർ മാത്രമല്ല, അതേ വിശ്വാസം പേറുന്ന ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ വിശ്വാസം എന്താ? ബാഗ്ദാദിൽ കിടക്കുന്ന അബ്ദുൽ ഖാദിർ ജീലാനിയെ ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കും. മമ്പുറം പുഴയിൽ തോണി മറിഞ്ഞപ്പോൾ ആ മുങ്ങിച്ചാവുന്നവൻ, അല്ലെങ്കിൽ മുങ്ങി വായിൽ വെള്ളം നിറഞ്ഞ് ശ്വാസം മുട്ടി മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുത്തൻ, അവന്റെ വായിൽ നിന്ന് ഒരു ശബ്ദവും പുറത്തേക്ക് വരുന്നില്ല. ഈ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി വെള്ളത്തിലേക്ക് ആണ്ടുപോകുന്നവന്റെ മനസ്സിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഈ പള്ളിപ്പറമ്പിൽ കരയിൽ ഖബറിൽ കിടക്കുന്ന മമ്പുറം തങ്ങളെ എന്നെ കാക്കണം എന്ന ഒരു മന്ത്രം,
അവന്റെ മനസ്സിലുണ്ടെങ്കിൽ, ഒരു വിചാരം അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയാണ്. അപ്പോ ഈ വെള്ളത്തിനടിയിൽ നിന്ന് ഞാൻ വിളിച്ചാൽ ഈ മമ്പർ തങ്ങൾ കേൾക്കുത്തരം ചെയ്യും എന്ന് മുസ്ലിം വിശ്വസിച്ചാൽ അള്ളാഹുവിനെ പോലെ ഈ മമ്പർ തങ്ങൾ കേൾക്കുന്നവനും കാണുന്നവനും ഈ വെള്ളത്തിൽ മുങ്ങുന്ന എന്നെ അറിയുന്നവനും മാത്രമല്ല എനിക്കാവശ്യമായ സഹായം നൽകുന്നവനുമാണ് എന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിനെ പോലെ കാണാനും കേൾക്കാനും അറിയാനും കഴിയുന്ന ഔലിയാക്കന്മാരെന്നും തങ്ങന്മാരെന്നും ബാവമാരെന്നും ബീവിമാരെന്നും മുനിമാരെന്നും മഹർഷിമാരെന്നും എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്ന ആളുകളുണ്ട് എന്ന് പല മതക്കാരും വിശ്വസിക്കുന്നു. കൂട്ടത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ടവരും വിശ്വസിക്കുന്നു. ഇനി മാത്രല്ല, നമ്മുടെ മലയാളത്തിൽ ഒരു മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ, സുന്നത്ത് ജമാഅത്ത് എന്നാണ് പുസ്തകത്തിന്റെ പേര്, അതിൽ പറയുന്നത് അള്ളാഹു കാണുന്നത് പോലെ അള്ളാഹുവിന്റെ ഒരു വലിയ കാണുമെന്നോ കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നോ അറിയുന്നത് പോലെ അറിയുമെന്നോ വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല. വെറും കാണും കേൾക്കുന്നല്ല, അള്ളാഹു കാണുന്നത് പോലെ ലോകത്തുള്ള മുഴുവൻ അള്ളാഹുവിന്റെ വലിയെന്ന് പറയുന്ന തങ്ങളുപ്പാപ്പ എന്ന് പറയുന്ന എന്ത് പേറ്റാലും ശരി, മാവ എന്ന് വിളിച്ചാലും ശരി, ബീവി എന്ന് വിളിച്ചാലും ശരി, തങ്ങളെന്ന് വിളിച്ചാലും ശരി, ഉപ്പാപ്പ എന്ന് വിളിച്ചാലും ശരി, അയാൾ കാണുമെന്നോ കേൾക്കുമെന്നോ, അപ്പൊ ലോകത്തുള്ള എല്ലാം കേൾക്കും. അബ്ദുൽ ഖാദർ ജീലാനി ആര് വിളിച്ചാലും അല്ലാ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ് കൂടാതെ ഉത്തരം ചെയ്യും ഞാനെന്നോവർ. അപ്പൊ അള്ള കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ള അറിയുന്നത് പോലെ അറിയും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ല, തൗഹീദാണെന്ന് പച്ച മലയാളത്തിൽ ഒരു മുസ്ലിയാർ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സഖാഫി, സുലൈമാൻ എന്നാണ് അവരുടെ പേര്. അപ്പോ അങ്ങനെ വിശ്വസിച്ചാൽ എന്താ? വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യനായി ആരുമില്ല എന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയതിനെ പൊളിച്ചു കളഞ്ഞു. അപ്പൊ ഈ വിശ്വാസമാണ് ഒരുത്തനുള്ളതെങ്കിൽ സൃഷ്ടാവായ യഥാർത്ഥ ആരാധ്യനെ മനസ്സിലാക്കുക എന്ന വിഷയത്തിൽ അവൻ വീഴ്ച വരുത്തിയിരിക്കുന്നു. ഈ ആയത്ത് അവൻ ഓതുന്നു, ഈ ആയത്ത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, ഈ ആയത്തിന് തഫ്സീർ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇതും എഴുതുന്നത്. ഏത്? അള്ളാഹുവിന്റെ കഴിവുകൾക്ക് സമാനമായ പടപ്പുകളുണ്ട്, അവരോട് ആരാധിക്കാം, അത് ശിർക്കല്ല തൗഹീദാണ് എന്ന് പറയുന്നു. ഇനി ഇതേപോലെ മറ്റ് മതസ്ഥരായ ആളുകളിലും സൃഷ്ടാവിന് സമാനത കൽപ്പിക്കലാണ് കല്ലുകൾക്കും മരങ്ങൾക്കും അല്ലെങ്കിൽ ബിംബങ്ങൾക്കും പ്രതിഷ്ഠകൾക്കും വിഗ്രഹങ്ങൾക്കും എന്ന് വിശ്വസിച്ചാൽ. കാരണം എന്താ? അവർക്കൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, മരണ തീയതിയുണ്ട്. അപ്പോ എന്താ, അതിന് മുമ്പുള്ളത് കേട്ടിട്ടില്ല, ശേഷമുള്ളതും കേട്ടിട്ടില്ല. അവർ ജീവിച്ച കാലഘട്ടത്തിൽ ലോകത്തുണ്ടായ കാര്യങ്ങൾ പോലും അവർ അറിഞ്ഞിട്ടില്ല, ചുറ്റുവട്ടത്തിലുള്ളതല്ലാതെ. ചുറ്റുവട്ടത്തിലുള്ളത് പോലും അറിയില്ല. പോകട്ടെ, മുഹമ്മദ് എന്ന് പറയുന്ന സൃഷ്ടികളിൽ ശ്രേഷ്ഠനെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. നബി ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടന്നുറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നല്ല ചെരുപ്പും തന്റെ തട്ടവും എടുത്ത് രാത്രി ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വീടിൽ നിന്ന് വാതിലുമെല്ലാം തുറന്ന് അടച്ചു പുറത്തേക്ക് പോയി. ആയിഷ റളിയല്ലാഹു അൻഹയേക്കാൾ വലിയൊരു ബീവി വേറുണ്ടോ? അല്ല. ഈ ബീവിക്ക് മനസ്സിലായില്ല നബി എങ്ങോട്ടാ പോയത്. എന്നിട്ട് പിന്നാലെ പോയി നോക്കുക നബി എങ്ങോട്ടാ പോയത്. എന്നെ തെരഞ്ഞ് ആയിഷ വന്നിട്ടുണ്ട് എന്ന് നബിയേക്കാൾ ശ്രേഷ്ഠനായ വേറെ ഒരു മനുഷ്യനില്ല, ഒരു സൃഷ്ടിയില്ല, ഒരു തങ്ങളുപ്പാപ്പല്ല, ഒരു വലിയില്ല. ഏറ്റവും വലിയ തങ്ങളായ തങ്ങൾ തന്നെ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ആ തങ്ങൾ ഏറ്റവും വലിയ തങ്ങളാരാ? മുഹമ്മദ് നബിയാണ്. ആ നബിക്ക് ഇരുട്ടിൽ എന്റെ ബേക്കിൽ എന്റെ ഭാര്യ വരുന്നുണ്ട് എന്ന് ഏതാനും മീറ്റർ അപ്പുറത്തുള്ള ഭാര്യയെ മനസ്സിലാക്കാൻ ഈ തങ്ങളുപ്പാപ്പയായ മുഹമ്മദ് നബിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ കേൾക്കുക? പിന്നെ എങ്ങനെ ഏത് വലിയ കേൾക്കുന്ന വിശ്വസിക്കുക? അപ്പോ എല്ലാ മതക്കാരിലും ഇത് മറ്റു മതങ്ങളെയല്ല, ആദ്യം നമ്മളെ മതത്തെ പരിശോധിക്കുക. മുസ്ലിങ്ങളിൽ തന്നെ